Meet the editors. ജിമ്മി ജെയിംസ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കൂടിയാണ് ഈ സിനിമ. അതിൽ അവസാനം വന്നിരിക്കുന്ന തീരുമാനം, ആ തീരുമാനം ഒരു പോസിറ്റീവ് തീരുമാനമാണെന്ന് പൂർണ്ണാർത്ഥത്തിൽ പറയാനും പറ്റില്ല. അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം അപകടത്തിലാകുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ഈ സിനിമയുടെ സെൻസർ ബോർഡ് പറഞ്ഞ കട്ടുകൾ, അതിന് പറഞ്ഞ കാരണം, അത് എനിക്ക് തോന്നുന്നില്ല ഈ സെൻസർ ബോർഡിനെയോ അവരെ നിയമിച്ച കേന്ദ്ര സർക്കാരിനെയോ അനുകൂലിക്കുന്നവർ പോലും ഇതിനെ പൂർണ്ണമായും ഉൾക്കൊള്ളുമെന്ന്. അപ്സൈഡാണ്. ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അതൊരു പഴയ നാടകമാണ്. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഭാരതേന്ദു ഹരിചന്ദ്രൻ്റെ ഒരു നാടകമുണ്ട്. അത് അന്ധേരി നഗരി എന്നാണ് എൻ്റെ പേര്. ഒരു നാട്ടിൽ ഒരു ചുമരിടിഞ്ഞ് ഒരു ആട് മരിക്കുന്നു. അപ്പോൾ അയാൾ പോയിട്ട് ആടിൻ്റെ ഉടമസ്ഥൻ പോയിട്ട് പരാതി പറയാൻ രാജാവിനടുത്ത്. അപ്പോൾ ഭിത്തിയുടെ ഈ ചുമരിൻ്റെ ഉടമസ്ഥനെ പിടിച്ചുകൊണ്ട് വരും. അയാൾ പറയുന്നത് എൻ്റെ കുറ്റമല്ല, മതിലുണ്ടാക്കിയവൻ്റെ കുറ്റമാണ്. അയാളെ പിടിച്ചുകൊണ്ട് വരുന്നു. അയാൾ പറയുന്നു എൻ്റെ കുറ്റമല്ല, അത് ഇഷ്ടിക ഉണ്ടാക്കിയ ഇഷ്ടിക ഉണ്ടാക്കിയ ആളുടെ കുറ്റമാണ്. ശരി, അയാളെ കൊണ്ടുവരും. ഇവരെല്ലാവരും തൂക്കിക്കൊല്ലാനാണ് വിധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ കുഴപ്പമല്ല, ഇഷ്ടിക ഉണ്ടാക്കാനായിട്ട് മണ്ണ് കുഴച്ചവൻ അവൻ്റെ കുറ്റമാണ്. എന്നാൽ അയാൾ വരട്ടെ എന്ന് പറയുന്നു. നാടകം ഇങ്ങനെ, ഇത് മൂന്നാം ഭാഗമാണ് ഈ നാടകത്തിൻ്റെ. അപ്പോൾ അയാൾ വന്നിട്ട് പറയുന്നത്, ഞാൻ മര്യാദയ്ക്കാണ് മണ്ണ് കുഴച്ചത്, പക്ഷേ ആ മണ്ണിനകത്തുണ്ടായിരുന്ന വെള്ളം കൃത്യമായിട്ട് ഞാൻ ഒഴിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ചത്തുപോയ ആടുണ്ടല്ലോ, ഈ ആട് വന്ന് ഈ വെള്ളം കുടിച്ചു. അങ്ങനെയാണ് ആ മണ്ണിൻ്റെ കൂട്ട് ശരിയാവാകുന്നത്. അതുകൊണ്ടാണ് ഇഷ്ടിക ശരിയാകാതുന്നത്. ഇഷ്ടിക ശരിയാകാത്തതുകൊണ്ടാണ് മതിൽ മര്യാദയ്ക്ക് വരാതിരുന്നത്. അതുകൊണ്ടാണ് മതിലിടിഞ്ഞത്. അത് ശരി. അപ്പോൾ ആടിൻ്റെ ഉടമസ്ഥനാണ് കുറ്റവാളി. അവൻ തന്നെ വരട്ടെ. അപ്പോൾ കുറ്റവാളിയാണ്, പരാതി കൊടുത്ത ആൾ തന്നെ ആടിൻ്റെ ഉടമസ്ഥൻ വിളിച്ചു, നീയാണ് ഇതിൻ്റെ ഉത്തരവാദി, നിന്നെ ഞാൻ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു. രാജാവിൻ്റെ പേര് ചോപ്പട്ട് രാജ എന്നാണ്. അപ്പോൾ ചോപ്പട്ട് രാജയുടെ ഉത്തരവനുസരിച്ച് എല്ലാവരും ആഘോഷിച്ച് ഈ ആടിൻ്റെ ഉടമസ്ഥനെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുചെല്ലാണ്. അവിടെ ചെല്ലുമ്പോൾ കഴുത്തിൽ കുരുക്കിട്ട് മുറുകുന്നു. അപ്പോഴാണ് പ്രശ്നം. ഈ കുരുക്കിന് പറ്റിയ കഴുത്തല്ല ഇയാളുടേത്. ഇയാൾ മെലിഞ്ഞ മനുഷ്യനാണ്. അപ്പോൾ പിന്നെ അടുത്ത നാടകത്തിന് അടുത്ത രംഗം എന്ന് പറഞ്ഞാൽ ഈ കുരുക്കിന് പറ്റിയ ഒരു കഴുത്തന്വേഷിച്ച് നടക്കുകയും അങ്ങനെ ഒരാളെ പിടിക്കുന്നതുമാണ്. പിന്നെ നാടകം മുന്നോട്ട് പോകും. ഇതിലും അസംബന്ധമാണ് ഇന്ന് കോടതിയിൽ അരങ്ങേറിയ രംഗങ്ങൾ. കഴിഞ്ഞ കുറേ നാളായി സെൻസർ ബോർഡ് കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ. ഈ സിനിമയിൽ മാത്രമല്ല, ജാനകി എന്ന പേരുള്ള മറ്റൊരു സിനിമയുടെ കാര്യവും ഇപ്പോൾ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. ജാനകി എന്ന പേരുള്ള ഒരു സ്ത്രീ, ആ സ്ത്രീയെ അവർ ലൈംഗികമായ അതിക്രമത്തിന് ആകുന്ന ഒരു കഥാപശ്ചാത്തലത്തിൽ അന്യമതസ്ഥൻ കോടതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അത് പറ്റില്ല എന്ന് പറയാൻ മാത്രം തൊലിക്കെട്ടിയോ മണ്ടത്തരമോ എന്താണ് വിളിക്കണമെന്നറിയില്ല. അത് പറഞ്ഞ ഒരു സെൻസർ ബോർഡ്, ഇന്ത്യയിലെ സെൻസർ ബോർഡ് ശക്തിയുക്തം കോടതിയിൽ അഫിഡവിറ്റ് കൊടുക്കുകയാണ്, വാദിക്കുകയാണ്. നമുക്ക് അസംബന്ധം എന്ന് പറയാം. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ മാസം റിലീസ് ചെയ്യേണ്ട സിനിമയാണ്. സിനിമ ഇതുവരെ റിലീസായിട്ടില്ല. അടുത്ത ആഴ്ചയാണ്. എൻ്റെ ചോദ്യം, ഇതിലെ ചോപ്പട്ട് രാജ ആരാണ്? ഇതിലെ ചോപ്പട്ട് രാജ സെൻസർ ബോർഡാണോ? ഇതിലെ ചോപ്പട്ട് രാജ സെൻസർ ബോർഡാണെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്ന ഈ സെൻസർ ബോർഡിനെ മാറ്റാനുള്ള തീരുമാനം എടുക്കേണ്ട ആരായിരുന്നു? അപ്പോൾ അയാളായിരിക്കും സെൻസർ ബോർഡിൻ്റെക്കാൾ മുകളിലുള്ള ആൾ. അയാളായിരിക്കും ചോപ്പട്ട് രാജ. 2017 ഈ സെൻസർ ബോർഡിൻ്റെ പുതിയ ആൾ വരുന്നത്. 2017 ഈ സാധനം വരുമ്പോൾ പ്രസൂൺ ജോഷി എന്ന് പറയുന്ന കവിയാണ് 2017 അതിനു മുമ്പ് പഹ്ലാജ് നിഹ്ലാനി എന്ന് പറയുന്ന ആളാണ് 2015 മുതൽ 17 വരെ ഉണ്ടായിരുന്നത്. ഇവരുടെയൊക്കെ കാലത്ത് ഇതുപോലത്തെ തമാശ, ഈ നെഹ്ലാനിയുടെ കാലത്തും പ്രസൂൺ ജോഷി 2017 വന്നപ്പോൾ മുതലും ഇതുപോലെ ഒരുപാട് തമാശകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലേറ്റവും ഭയങ്കരം ഈ 15-17 സമയത്താണ് ഉടുത്ത പഞ്ചാബ് എന്ന് പറയുന്ന സിനിമ വരുന്നത്. അപ്പോൾ ഈ ഡ്രഗ് അബ്യൂസിനെ കുറിച്ചുള്ള സിനിമയാണ്. അപ്പോൾ പറഞ്ഞ കാര്യം, ഒരു കാരണവശാലും അതിനകത്ത് ഡ്രഗ്സ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, പഞ്ചാബ് ഒന്നും പറയാൻ പാടില്ല. കഥ തന്നെ അതാണ്. ചോപ്പട്ട് രാജയാണ് ഇതിനകത്തെ, ഈ കഥയിലെ ചോപ്പട്ട് രാജയാണ്. അത് ഉടുത്ത പഞ്ചാബിലെ ഡ്രഗ് അബ്യൂസിനെ കുറിച്ചാണ്. ഡ്രഗ്സ് ഒന്നും പറയാൻ പാടില്ല, ഇതൊന്നും പറയാൻ പാടില്ല. അവസാനം പറഞ്ഞ് തർക്കിച്ച് അവസാനം ബോംബെ ഹൈക്കോടതി ഇതെല്ലാം എടുത്തു കളയാൻ പറഞ്ഞു. വളരെ വിചിത്രമായ സെൻസർ കട്ടുകളാണ്. 77 സെൻസർ കട്ടോ മറ്റാണ് ഉടുത്ത പഞ്ചാബിന് അന്ന് നിശ്ചയിച്ചത്. അവസാനം ബോംബെ ഹൈക്കോടതി അവർക്ക് റിലീഫ് കൊടുക്കുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം ഈ പഹ്ലാജ് നിഹ്ലാനി ഒരു ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളി തന്നെ സമ്മതിച്ചു, ഈ പടം കുറച്ച് സ്ലോ പെഡൽ ചെയ്യാൻ എനിക്ക് നിർദ്ദേശം കിട്ടി. എന്താണെന്ന് പറയുക കാര്യം, ആ സമയത്ത് BJP സഖ്യകക്ഷിയായ സർക്കാരാണ് ഭരിക്കുന്നത്. അടുത്ത വർഷം അവർ ഇലക്ഷനിലേക്ക് പോവുകയായിരുന്നു. അതുകൊണ്ട് ഇത് സ്ലോ പെഡൽ ചെയ്യാൻ എനിക്ക് നിർദ്ദേശം കിട്ടി. എവിടെ നിന്നാണെന്ന് അദ്ദേഹം പറയുന്നില്ല, പക്ഷേ എനിക്ക് നിർദ്ദേശം കിട്ടി. അപ്പോൾ ഒരു ജാനകി അല്ലെങ്കിൽ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ തുടങ്ങുന്നതല്ല. നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം അപകടത്തിലാണോ എന്ന് ചോദിച്ചാൽ, ആവിഷ്കാര സ്വാതന്ത്ര്യം അപകടത്തിലായിട്ട് കാലം എത്രയായി? നമ്മൾ എത്രയോ കാലമായി കാണുന്നതാണ്. പണ്ട് ഓർമ്മയുണ്ടോ, ഫയർ
വാട്ടർ, എർത്ത് എന്ന് പറഞ്ഞ മൂന്ന് സിനിമകൾ ഇവിടെ റിലീസ് ചെയ്യാനും അതിൻ്റെ ഷൂട്ടിങ്ങും ബന്ധപ്പെട്ടുണ്ടായ അപകടങ്ങൾ എന്തൊക്കെയായിരുന്നുള്ളത്. അതിനകത്ത് ഈ രണ്ടാമത്തെ സിനിമയായ വാട്ടർ അവസാനം ഇന്ത്യയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതിനെക്കുറിച്ച് ആ സംവിധായകയുടെ ദീപാ മേത്തയുടെ മകൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഷൂട്ടിംഗ് വാട്ടർ എന്ന് പറഞ്ഞ്. അതിനകത്ത് വിശദമായി പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട അന്ന് വലിയ കലാപം ഉണ്ടായ സംബന്ധം അന്ന് അധികാരത്തിലില്ല, പക്ഷേ റൈറ്റ് വിങ് ശക്തികൾ വളരെ ഭീകരമായിട്ട് ഇതിനെക്കുറിച്ച് പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകളെ, ഈ റൈറ്റ് വിങ് കക്ഷികളെ പ്രധാനപ്പെട്ട ആളുകളെ പ്രധാനപ്പെട്ട സ്ഥലത്ത് പോയി കാണുമ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ നോവലൊക്കെ കൊള്ളാം, ഞങ്ങൾക്ക് അതിനോട് ഒരു യോജിപ്പില്ല, പക്ഷേ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഇത് പറ്റില്ല. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, എ ഗുഡ് ജനറൽ നോസ് വെൻ ടു വിഡ്രോ. അങ്ങനെ അവസാനം ഈ ഷൂട്ടിംഗ് മടക്കി കെട്ടി ഈ വാട്ടർ എന്ന് പറഞ്ഞ സിനിമ അവസാനം പോയത് ശ്രീലങ്കയിൽ പോയിട്ടാണ് ഷൂട്ട് ചെയ്തത്. എത്രയോ കാലമായി നമ്മുടെ നാട്ടിൽ അധികാരത്തിൽ ഇരിക്കുമ്പോഴും ഇരിക്കാതിരിക്കുമ്പോഴും ഇന്ത്യയിലെ തീവ്ര മതപക്ഷം സിനിമകൾക്കെതിരെ, നാടകങ്ങൾക്കെതിരെ, പുസ്തകങ്ങൾക്കെതിരെ, പാഠഭാഗത്തിനെതിരെ വലിയ കലാപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഇതിനൊരു ഔദ്യോഗിക പദവി കൈവന്നിരിക്കുകയാണ്. 2015 മുതൽ സെൻസർ ബോർഡ് തന്നെ വന്നിട്ട് പറയുകയാണ്, ഒബ്സീനായിട്ടുള്ള വാക്കുകൾ അത് പറ്റില്ല, ഇത് പറ്റില്ല. ഇപ്പോൾ ജാനകിയുടെ കാര്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ് ഒരു സെൻസർ ബോർഡിന് പറയാൻ പറ്റുക, സെൻസിബിളായിട്ട് സെൻസർ ബോർഡിന് പറയാൻ പറ്റുക? അന്യമതസ്ഥൻ വന്ന് ഹിന്ദു മതസ്ഥയായ അതും സീതയുടെ പേരുള്ള ഒരാളോട് ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. സീതാദേവിക്ക് 111 നാമങ്ങളുണ്ട്. അപ്പോൾ നാളെ ഈ 111 നാമങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതിരിക്കും. ഇന്ത്യയിലെ 80% ആളുകളുടെയും പേര് ഏതെങ്കിലും ദൈവവുമായി ബന്ധപ്പെട്ടായിരിക്കും. അപ്പോൾ ഇന്ന് ഈ കോണ്ടെക്സ്റ്റിലാണെങ്കിൽ നാളെ മുതൽ ഇത് മുഴുവൻ ചെയ്യേണ്ടി വരില്ലേ? അപ്പോൾ എങ്ങനെ സിനിമ എടുക്കും, എങ്ങനെ കഥ എഴുതും, എങ്ങനെ നമുക്കൊരു സാങ്കല്പിക സംഭാഷണം എഴുതാൻ പറ്റും? എൻ്റെ അഭിപ്രായത്തിൽ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ പ്രത്യേകത, കേരളത്തിലെല്ലാവർക്കും കാര്യം മനസ്സിലായി. ഇനി ഇങ്ങനെ ഒരു സിനിമ ആലോചിക്കുക പോലുമില്ല. ഞാൻ മനസ്സിലാക്കുന്ന സിനിമയിലുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത് ഡൽഹിയിലും ബോംബെയിലും നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് എത്രയോ കാലമായി ഇത് നിലവിൽ വന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾ OTT പ്ലാറ്റ്ഫോംസിലേക്ക് പോയാലോ, അവിടെ കുറച്ചുകൂടെ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. OTT പ്ലാറ്റ്ഫോംസിൽ വരുന്ന സാധനങ്ങളെയും വളരെ കൃത്യമായി കൺട്രോൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് OTT പ്ലാറ്റ്ഫോമിൽ പറ്റില്ല, സിനിമ ചെയ്യാൻ നോക്കിയാൽ അത് പറ്റില്ല. ഓർത്ത് വരുന്ന സന്തോഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭയങ്കര രസകരമായൊരു സിനിമ, അത് അവസാനം UK ഓസ്കാർ എൻട്രി ആയിട്ട് പോയി, ഒഫീഷ്യൽ എൻട്രി ആയിട്ട് പോയി. ഇന്ത്യയിൽ അതിന് ഇപ്പോഴും പ്രദർശനാനുമതി ഇല്ല. അന്നത് വലിയ വലിയ വിവാദമായതാണ്. അങ്ങനെ ഉദാഹരണം പറഞ്ഞു പോയാൽ നമുക്ക് ഒരുപാട് എത്ര ഉദാഹരണങ്ങളുണ്ട്. നിങ്ങൾ ഒറ്റ കാര്യം എടുത്ത് നോക്കൂ. ഈ ഫിലിം സെൻസർ ബോർഡ്, ആക്ച്വലി സെൻസർ ബോർഡ് എന്നല്ല എൻ്റെ പേര്, സർട്ടിഫിക്കേഷൻ്റെ ബോർഡാണ്. സെൻസർ ബോർഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അവരുടെ ജോലി ഇപ്പോൾ അതായി മാറുകയാണ്. അവിടെ ഇപ്പോൾ നിലവിലുള്ള സിനിമകളുടെ അല്ലാതെ പഴയ സിനിമകളുടെ കാര്യത്തിൽ എത്ര കട്ടാണ് ഏർപ്പെടുത്തിയതെന്ന് നിങ്ങൾ നോക്കിയാൽ കിട്ടില്ല. ഓൺലൈനിൽ അതില്ല ഇപ്പോൾ. ഇനി ചില സിനിമകൾക്ക് നിങ്ങൾക്കൊരു സെൻസർ ബോർഡ് ഒരു പരാതി കൊടുത്താൽ, സെൻസർ ബോർഡ് ഒരു വിഷയം വന്ന് ആ സെൻസർ ബോർഡ് തീരുമാനമെടുത്താൽ അതിന് മുകളിൽ ഫിലിം സർട്ടിഫിക്കേഷൻ അപ്ലൈഡ് ട്രൈബ്യൂണൽ FCAT എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഈ സംവിധാനം ഒരു റിട്ടയർഡ് ജഡ്ജിൻ്റെ നേതൃത്വത്തിൽ ഈ നമ്മുടെ സെൻസർ ബോർഡ് എന്ന് വിളിക്കുന്ന സർട്ടിഫിക്കേഷൻ ബോർഡിൻ്റെ തീരുമാനങ്ങളെ പുനഃപരിശോധിക്കാനുള്ള വേദിയായിരുന്നു. 2021 അത് റദ്ദാക്കി. അപ്പോൾ എന്താ പ്രശ്നം? നിങ്ങൾക്ക് സെൻസർ ബോർഡിൽ ഒരു പരാതി, ഒരു പ്രശ്നമുണ്ട്. സെൻസർ ബോർഡ് നിങ്ങളുടെ സിനിമയ്ക്ക് അവതരണാനുമതി നിഷേധിച്ചാൽ, ഇങ്ങനത്തെ അബ്സേർഡായിട്ടുള്ള അസംബന്ധമായ കട്ടുകൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കോടതിയിലേ പോകാൻ പറ്റൂ. കോടതി പോയാൽ എത്ര കാലം നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ പറ്റും? ഇന്ന് അദ്ദേഹം പറഞ്ഞില്ല, പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, എന്തുകൊണ്ടാണ് കോടതി നിങ്ങൾക്ക് അനുകൂലമായിരുന്നു, അല്ലേ? കോടതി അനുകൂലമായത് ഇതൊന്നും ശരിയില്ല എന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഈ സംവിധായകനും നിർമ്മാതാക്കൾക്കും ഇത് മതിയേ, ജാനകി V എങ്കിൽ ജാനകി V, ജാനകി K എങ്കിൽ K, വേണമെങ്കിൽ ജാനകിയുടെ പേര് മാറ്റി ഇനി ആണിൻ്റെ പേര് വേണമെങ്കിൽ അത് വേണമെങ്കിൽ ആക്കാം എന്ന മനോഗതിയിൽ എത്തി? എന്തുകൊണ്ടാണ്? ഈ കോടതിയിൽ ജയിച്ചാൽ വേറെ കോടതിയുണ്ട്, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചുണ്ട്, സുപ്രീം കോടതിയുണ്ട്. ചൗപ്പട്ട് രാജാവിൻ്റെ കീഴിലുള്ള ആളുകൾ അവിടം വരെ പോകും. അത്രയും അബ്സേർഡായിട്ടുള്ള ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള ഒരു കുതിരകയറ്റം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇനി ഒരാൾക്കും തിരിച്ചൊരു കാര്യം എഴുതാനുള്ള ഒരു ധൈര്യം പോലും ഉണ്ടാവില്ല. ഭൂലെയെക്കുറിച്ചുള്ള സിനിമയുടെ കഥ നമ്മൾ കഴിഞ്ഞ വർഷമാണ് നമ്മൾ കണ്ടത്. ഭൂലെ എന്ന് പറയുന്ന സാമൂഹിക പരിഷ്കർത്താവിൻ്റെ സിനിമയ്ക്ക് പറഞ്ഞ കട്ടെന്താണെന്നറിയാമോ? 3000 വർഷമായി നടക്കുന്ന അടിമത്തത്തിൻ്റെ കഥ. അത് 3000 വർഷം എന്ന് പറയാൻ പറ്റില്ല, കുറേ കാലമായി ഇന്ത്യയിൽ നിലനിന്ന അടിമത്തത്തിൻ്റെ കഥ എന്ന് പറഞ്ഞ് കട്ട് ചെയ്യണമെന്നാണ്. അതടക്കം കുറേ കട്ടുകൾ പറഞ്ഞു. അവസാനം ഭൂലെ എന്ന് പറയുന്ന സിനിമയുടെ കാര്യത്തിലും ഇതുപോലെ തന്നെ കട്ടുകളോടുകൂടി ഈ സംവിധായകനും തീരുമാനിക്കേണ്ടി വന്നു. സിനിമ അവർ പറയുന്നത് പോലെ ചെയ്യാൻ. ഈ കഥ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ചോപ്പട്ട് രാജയാണ് എൻ്റെ വിഷയം സിനിമ പോലുമല്ല. ഇന്ന് ജൂലൈ മാസമാണ്. 2021 മരിച്ച ഒരു മനുഷ്യൻ്റെ 4ാം വാർഷികമാണ്. ഫാദർ സ്റ്റാൻ സ്വാമി എന്ന് പറഞ്ഞ മനുഷ്യൻ 84 വയസ്സുള്ള ഒരു പാതിരി
ആ മനുഷ്യൻ നക്സലൈറ്റുകൾക്ക് വേണ്ടി ഇന്ന BJP നേതാവിനെ പിടികൂടണം എന്ന് പറഞ്ഞ് ഇമെയിൽ സന്ദേശം അയച്ചെന്ന് പറഞ്ഞ് പിടിച്ച് ജയിലിലിട്ട് അയാൾ മരിച്ചിട്ട് 4ാം വാർഷികമാണ് ഈ ജൂലൈ. കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ മരണവാർഷികം. ഡൽഹി കലാപം നടന്നു 2020-ലാണ്. ഉമർ ഖാലിദ് അടക്കമുള്ള ആളുകൾ ജയിലിൽ കിടന്നിട്ട് ഇപ്പോൾ 4 വർഷമാകുന്നു. 2022 ഉമർ ഖാലിദിൻ്റെയും കൂടെയുള്ള ആളുകളുടെയും ബെയിൽ ആപ്ലിക്കേഷൻ വന്നു കോടതിയിൽ. ഇതുവരെ കോടതി ആ ബെയിൽ ആപ്ലിക്കേഷൻ കേട്ട് കഴിഞ്ഞിട്ടില്ല. ചൗപ്പട്ട് രാജ ഭരിക്കുന്ന നാട്ടിൽ സിനിമയെന്നല്ല എല്ലാ സമസ്ത മേഖലയിലും അസംബന്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇതിനകത്ത് ലോജിക്ക് മനസ്സിലാവില്ല. പക്ഷേ അതാണ് നാട്ടിലെ നിയമം. നിങ്ങളുടെ കഴുത്തും നമ്മുടെയൊക്കെ കഴുത്തും പറ്റിയ ഒരു കയർ വന്നാൽ കുരുങ്ങി തൂങ്ങും. അതാണ് യാഥാർത്ഥ്യം. ജാൻകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ഇതൊരു തുടക്കമോ ഇതൊരു അവസാനമോ അല്ല. ചൗപ്പട്ട് രാജയുടെ ഭരണത്തിൽ അതെല്ലാം നടക്കും. അതിനോട് പോരാടണമോ അതോ കഴുത്ത് നീട്ടിക്കൊടുക്കണമോ എന്നുള്ളതാണ് ചോദ്യം. മറ്റു വഴിയില്ല. ഇത്രയും വലിയ പണമുള്ള ഒരു ഫിലിം ഇൻഡസ്ട്രിക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യും? നിങ്ങൾ ഇത്രയും പണം മുടക്കി ഒരു സിനിമ എടുത്ത് ചെല്ലുമ്പോഴത്തേക്കും 22 കട്ടം എന്ന് പറഞ്ഞാൽ. പക്ഷെ അത് അങ്ങനെയല്ല എല്ലാവരും സിനിമാ മേഖലയിൽ നിന്നവർ കാണുന്നത്. നമുക്ക് ചർച്ച തുടരാം, ഇടവേളയ്ക്ക്. ആവിഷ്കാരം അപകടത്തിലോ ചർച്ച തുടരാം. ശ്രീ ആൻഡ്രൂ, JSKയിലെ ജാനകിക്ക് നീതി ലഭിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജാനകി നീതി ലഭിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. കേരളത്തിലെ അല്ലെങ്കിൽ മലയാള സിനിമയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഓരോ ദിവസം വരുമ്പോൾ ദയനീയമായി തുടരുകയാണ്. നമ്മൾ ഈ എമ്പുരാൻ്റെ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. എവിടെ ED-യിലാണ് പോയി നിന്നത് അവസാനം, അല്ലേ? എത്രയോ ബഹളങ്ങളും എത്രയോ കട്ടുകളും നമ്മൾ കണ്ടു. ഒരു സിനിമ നമ്മളിപ്പം സിനിമ മാത്രമാക്കണ്ട. നമ്മളിപ്പോൾ ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് നമ്മൾ ആരോടെയും ചോദിക്കുമോ നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്താണ്, നമ്മൾക്ക് എന്താണോ പറയാൻ താല്പര്യമുള്ളത് അത് നമ്മൾ പറയുക എന്നുള്ളതാണ്. അതിന് കട്ടിടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഫേസ്ബുക്കും യൂട്യൂബും കട്ടിടുന്നുണ്ടെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്തൊക്കെ പറയുന്നുണ്ട്, എന്തൊക്കെ മോശമായ അഭിപ്രായങ്ങൾ നടക്കുന്നുണ്ട്, എത്ര വൃത്തിയായിട്ട അഭിപ്രായങ്ങൾ നടക്കുന്നുണ്ട്, സമൂഹത്തിന് ഗുണവും ദോഷവുമായ എത്രയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിലൊന്നും കട്ടിടാൻ കഴിയുന്നില്ലല്ലോ. കട്ടിടാൻ കഴിയുന്ന എവിടെയാണ്? സിനിമയിലാണ്. അത് വ്യവസായത്തിലാണ് കട്ടിടാൻ കഴിയുന്നത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കേരള സിനിമയിൽ മാത്രം വ്യവസായത്തിന് കട്ടിടാൻ കഴിയുന്നതിന് കാരണം എന്ന് പറയുന്നത് ഇത് പല ഘടകങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളതുകൊണ്ടാണ്. ഇപ്പം ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, അല്ലെങ്കിൽ സ്മൃതി മാഡം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. എന്താണ്? നിങ്ങളിൽ ഒതുങ്ങും ആ സാധനം. നിങ്ങൾ ബന്ധപ്പെട്ട നിങ്ങളുടെ സ്വന്തക്കാരായ ആൾക്കാരിൽ ഒതുങ്ങും. നിങ്ങളുടെ വലിപ്പം എത്രയുണ്ടോ അത്രയും സംവിധാനത്തിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒതുങ്ങും എന്നുള്ളതുകൊണ്ടാണ്. അവിടെ കട്ടിട്ടിട്ട് ലിമിറ്റില്ലെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വലിപ്പം അത്രയാണ് എന്നുള്ളത് അവർക്കറിയാം. കേസെടുക്കും. അല്ല, നമ്മൾ പറയുന്ന ആരെങ്കിലും പരാതിക്കാരനുണ്ടെങ്കിലാണല്ലോ അതിന് കേസെടുക്കുന്നത്. ഇനി സിനിമയിലേക്ക് വന്നാൽ എന്താ? സിനിമ എന്ന് പറയുന്ന ഒരു വൈഡ് റേഞ്ചാണ്. ഇത് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലം, വലിയ സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ വേറെ ലെവലിൽ പോകും എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അങ്ങനെയാണ് സിനിമേനെ കണ്ടെത്തിയത്. അതുകൊണ്ട് എന്താ, അത് ജനങ്ങളെ സ്വാധീനിക്കുമെന്നുള്ളത് കൊണ്ട് സിനിമയിൽ ഭാഗമാകുന്നതെല്ലാം ഒരു സെൻസർ ബോർഡിനെ വെച്ച് സെൻസ് ചെയ്തിട്ട് അയ്യോ ഇത് കട്ട് ചെയ്യേണ്ട സാധനമാണ്, ഇത് ദൈവത്തിൻ്റെ പേരാണ്, ഇത് രാഷ്ട്രീയക്കാരുടെമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്, ഇത് എന്നെ രാഷ്ട്രീയമായി ബുദ്ധിമുട്ടിലാക്കും, ഇതെന്നെ മതപരമായി ബുദ്ധിമുട്ടിലാക്കും, അങ്ങനെയുണ്ട്, ഇതൊന്നും വേണ്ട എന്നങ്ങ് നിശ്ചയിക്കുകയാണ്. ഇത് ആരാണ് നിശ്ചയിക്കുന്നത്? അതും എല്ലാം ഈ പൊതു രാഷ്ട്രീയക്കാരെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും സംഘടന ആൾക്കാരെയാണല്ലോ കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ തീരുമാനിച്ചൊക്കെ നടപ്പിലാക്കുക. ആർക്ക് വേണ്ടിയിട്ടാണ്? രാജാവിനേക്കാളും വലിയ രാജഭക്തി ഈ കാണുന്ന ആൾക്കാരെല്ലാം ചെയ്യുകയാണ്. ഈ സിനിമയിൽ എന്താണ്? ജൂൺ 12-ാം തീയതി സെൻസർ ബോർഡിന് അനുമതിക്ക് വേണ്ടി സമർപ്പിക്കുന്നു സിനിമ. സെൻസർ ബോർഡിൻ്റെ എല്ലാ അംഗങ്ങളും സിനിമ കാണുന്നു. കണ്ടതിന് ശേഷം എന്താ? ഒന്നും മിണ്ടുന്നില്ല, ഒരക്ഷരം മിണ്ടുന്നില്ല. നമ്മുടെ നാട്ടിലാണ് നടക്കുന്നത്. അതിന് മറുപടിയില്ല, അതിന് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല, ഒന്നുമില്ല. അപ്പോൾ ഇവർ എന്ത് ചെയ്യുന്നു? ഇവർ ജൂൺ 27-ാം തീയതി ഫിലിം റിലീസിന് വെച്ചിരിക്കുകയാണ്. അവരുടെ മുന്നിൽ എന്താ മാർഗം? അവരുടെ മുമ്പിൽ അപ്പീൽ അതോറിറ്റിയിൽ അല്ലെങ്കിൽ അതിന് മുൻപുള്ള റിവൈസ് കമ്മിറ്റിയിൽ കൊണ്ട് സിനിമ കൊടുക്കുകയാണ്. ഇവരെങ്കിലും കണ്ടിട്ട് അവരുടെ ഭാഗത്തൊന്നും മിണ്ടാട്ടമില്ല. അപ്പോൾ എന്താണ്? മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ 27-ാം തീയതിക്ക് പൈസ മുടക്കി കാത്തിരിക്കുന്ന പ്രൊഡ്യൂസറുടെ അവസ്ഥ എന്ന് പറയുന്നത് ദയനീയമാണ്. അവരെന്ത് ചെയ്യുന്നു? അവർ കോടതിയിൽ പോകുന്നു. കോടതിയിൽ പോകുമ്പം ഞാൻ വിചാരിച്ച എന്താ പറയുക, ഫസ്റ്റത്തെ ദിവസം തന്നെ ഇതെടുത്ത് വലിച്ചെറിയുന്നതാണ് വിചാരിച്ചു. ഫസ്റ്റത്തെ ദിവസം എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് എന്തു പറയും? ഇതൊന്നും ഈ നാട്ടിൽ നടക്കില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത്. അവിടെ കോംപ്രമൈസ് വരികയാണ്. ഒരു കോടതിയിൽ സംഭവിക്കുന്നത് കോംപ്രമൈസിലേക്ക് വരികയാണ്. അപ്പം അത് എന്ത് സന്ദേശം കൊടുക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ശരിയാണ്. എന്താണ്? നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവൻ മരണ പോരാട്ടമാണ്. അവരുടെ കുടുംബം വിറ്റിട്ടായിരിക്കും ഈ പറയുന്ന സിനിമ എടുത്തിട്ടുണ്ടാവുക. അവർ കഷ്ടപ്പെട്ടിട്ടായിരിക്കും സിനിമ എടുത്തിട്ടുണ്ടാവുക. ഓരോ ദിവസം ലോണും ബാധ്യതയിലും നടക്കുന്ന ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം മുന്നോട്ട് പോയാൽ കിടന്നുറങ്ങാൻ കഴിയില്ല. അവരെ സംബന്ധിച്ച് എന്ത് വിട്ടുവീഴ്ചയും ചെയ്യേണ്ടി വരും. എന്ത് വിട്ടുവീഴ്ചയും ചെയ്യണമെന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവനുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ടാണ്. ഈ ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവരുടെ മനസ്സിൽ ചൊരുക്കൂട്ടിയെടുത്ത ഒരു സംഭവം, ഒരു കഥാകൃത്തിനെ സംബന്ധിച്ച ഒരു സംഭവം, അത് അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു സിനിമയായി പ്രദർശിപ്പിക്കാം എന്ന ആഗ്രഹത്തോടെ നിൽക്കുന്നു. എല്ലാത്തിലും കട്ട് വീണു. എന്തിനാണ് കെട്ടിവിടുന്നത്? അവിടെ അദ്ദേഹം അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലാതായി. അവിടെ പേര് മാറ്റാമെന്ന് പറയുന്നു.
അതുപോലെ അത് പിന്നെ അതിൻ്റെ രംഗങ്ങൾ മ്യൂട്ട് ചെയ്യാമെന്ന് പറയുന്നു. അതോടുകൂടി അത് കഴിഞ്ഞില്ലേ? അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം, മലയാളീനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ നടക്കരുത് എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ സമയങ്ങളിലാണ് ഞാൻ പറയുന്നത്, ഓരോ സമയങ്ങളിലാണ്. ഇപ്പം നേരത്തെ ജിമ്മി സാർ പറഞ്ഞു മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഹിന്ദി ഭൂമിയിലൊക്കെ ഇത് നടക്കുന്നുണ്ടാവാം. പക്ഷേ അത് നേരത്തെ നടക്കുന്നുണ്ട്, നിങ്ങളുടെ നാട്ടിലല്ലേ ഇപ്പോൾ വരുന്നത് എന്ന് ചോദിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നടക്കാത്തൊരു കാരണം എന്താണെന്നറിയോ? നമ്മുടെ സമൂഹം അത്രയധികം ഇതിനോടൊക്കെ പ്രതികരിച്ചിരിക്കുന്ന സമൂഹമാണ്. വളരെ കാലങ്ങളായി ഇപ്പോൾ കാണുന്നറിയോ പ്രതികരണശേഷി കുറഞ്ഞു വരികയാണ് ഓരോ സമയം. ഇനി അങ്ങോട്ട് ഇതിൻ്റെ കുത്തൊഴുക്കായിരിക്കുമെന്ന് വിചാരിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് മറ്റതിനകത്ത് ഇപ്പോൾ ഇനി നമ്മളിങ്ങനെ ഒരു ജാനകി എന്ന് പേരിട്ടൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തെന്ന് വെക്കുക. നിങ്ങൾ സെൻസർ ബോർഡിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ സെൻസർ ബോർഡ് ചോദിക്കാൻ ചോദ്യം എന്തറിയോ? നിങ്ങൾക്ക് മറ്റേ അനുഭവം അറിയില്ലേ? നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾക്ക് എമ്പുരാൻ്റെ അനുഭവം അറിയില്ലേ? നിങ്ങൾ എന്തിനാ ഇത്രയും പൈസ മുടക്കി പിന്നെ ഇത് ചെയ്തതെന്ന് ചോദിക്കും. അതോടുകൂടി അദ്ദേഹത്തിന് കഴിഞ്ഞു. ഡോക്യുമെൻ്റ് വേറെയാണ്. ജാനകിക്ക് വേണ്ടി കോടതിയിൽ പോയിട്ട് ഓർഡർ കിട്ടിയില്ല. അവിടെ കോംപ്രമൈസ് ആക്കേണ്ടി വന്നു. അവിടെ എന്താണ്, കോടതിയിലും അതിന് ബാക്ക് ഡോക്യുമെൻ്റായി. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നമ്മളിങ്ങനെ പിന്നോട്ട് പോയി എന്തായും ഇതിൻ്റെയൊക്കെ മുൻപിൽ പോയി നിൽക്കേണ്ട അവസ്ഥ വരും എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ മാർഗ്ഗം ഇതിനൊക്കെ ഉള്ളൂ, ഫൈറ്റ് ചെയ്യുക. ആ ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും മുതലാളിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരിക്കലും മുതലാളിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, അദ്ദേഹത്തെ കൊടുക്കാൻ ഇഷ്ടംപോലെ സംവിധാനങ്ങളുണ്ടാവാം. പക്ഷേ ഈ പറഞ്ഞ ആവിഷ്കാരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് മുഴുവൻ പ്രതികരിക്കാൻ പറ്റും. അവർക്കനുസരിച്ച് എഴുത്തുകാർക്ക് മുഴുവൻ പ്രതികരിക്കാൻ പറ്റും. അവർക്ക് ഡയറക്ടർമാർക്ക് മുഴുവൻ പ്രൊഡ്യൂസർക്ക് എത്ര ശതമാനം പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത്രയും മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ ബാക്കി എല്ലാവരും അങ്ങനെ ഓരോ കാര്യങ്ങൾ പ്രതികരിക്കാതെ നമ്മളെല്ലാം പിന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതൊന്നും മുന്നോട്ട് നമുക്കത് ഏത് വരെ നമ്മൾ പിന്നോട്ട് ഓടും? ഏത് ശൈലി വരെ പിന്നോട്ട് ഓടും? നമ്മൾ ഇതിന് ഒരു പരിധി വേണ്ടേ പിന്നോട്ട് ഓടുന്നതിന്? അപ്പം ഇതിനൊക്കെ പ്രതികരിക്കാൻ തീരുമാനിക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ സംഘടനകൾ ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ നേതൃത്വത്തിലുള്ള ഒരു സംഘടന കുറേ ദിവസങ്ങൾ FK അടക്കമുള്ള കേരളത്തിലെ മുഴുവൻ സാംസ്കാരിക സംഘടനകളും ഇതിനെ സിനിമാ സംഘടനകളും ഇത് വലിയ മൂവ്മെൻ്റാണിത്. ഇതിനൊക്കെ പിന്നോട്ട് പോരുത്. ഞാൻ പറയുന്നത് എന്താ അറിയോ? ഇതിന്ന് കട്ട് ചെയ്തിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കണം നമ്മൾ. ഇതൊരു സിനിമയുടെ കാര്യമല്ല, ഇതൊരു സമൂഹത്തിൻ്റെ കാര്യമാണ്. നമ്മുടെ സമൂഹത്തിലാണ് നമ്മൾ ഈ ജീവിക്കുന്നത്. നമ്മളെല്ലാം ജീവിക്കുന്നത് ഈ സമൂഹത്തിലാണല്ലോ. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പിന്നോട്ട് പോവുക എന്നുള്ളതല്ല. നാളെ രാവിലെ നിങ്ങളുടെ പേരുകളെല്ലാം മാറ്റണമെന്ന് ഒരു തിട്ടൂരം വന്നാൽ നമ്മളെല്ലാം മാറ്റുമോ? ഇപ്പോൾ സുജിയ പാർവതി ഇവിടെ ഇരിക്കുന്നു. നാളെ സുജിയ പാർവതിയോട് പറയാം പാർവതി ഇല്ലാതെ പറയാം സുജിയില്ല. പിന്നെ ഉണ്ടോ? സുജയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യം എന്താണ്, നമ്മൾ എന്താണോ നിൽക്കുന്നത്, നമ്മുടെ വ്യക്തിത്വം എന്താണ്, നമ്മൾ ഏത് രീതിയിലാണ് ജനിച്ചു വളർന്നത്, അതിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ട് പോകാൻ സമ്മതിക്കരുത് എന്നുള്ളതാണ്. അത് സിനിമയായാലും കൊള്ളാം, ആവിഷ്കാരെ സംബന്ധിച്ചുള്ള നമ്മുടെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം നമ്മൾക്ക് പരാതി ഉണ്ടെങ്കിൽ പരാതി പ്രകടിപ്പിക്കാന്നേ. എനിക്കിതാ പരാതിയുണ്ട്, പരാതി പ്രവർത്തിക്കുക. അത് കോടതി നോക്കി അവർക്കതിന് തീരുമാനം എടുക്കട്ടെ. പക്ഷേ ഇതെന്താണ് സംഭവിക്കുന്നത്? ഇവർ ഏകപക്ഷീയമായി തീരുമാനം എടുക്കുകയാണ്. പല കാര്യങ്ങളിലും ഏകപക്ഷീയമായി തീരുമാനം എടുക്കുകയാണ്. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? ഇനി ഭീഷണിയാണ്. പിന്നെ ഭീഷണിയാണ്. ആ ഭീഷണീനെ മുമ്പിൽ മുട്ടുമടക്കേണ്ട അവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ മലയാളി അല്ലാതാവും എന്നുള്ളതാണ്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം പോരാട്ടം ഇന്ന് ഇന്ത്യയിൽ സമരം ഏതാണ് പണിമുടക്ക് നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പണിമുടക്ക് നടക്കുന്നത് ചില ആൾക്കാർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവാം. പക്ഷേ ചില ആൾക്കാർക്ക് അതിന് ബുദ്ധിമുട്ടില്ല. ചില ആൾക്കാരുടെ ബുദ്ധിമുട്ട് പോലും ഇല്ലാതാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പണിമുടക്ക് നടത്തുന്നത്. എന്തിന്? സമരം ചെയ്തിട്ടാണ്. ഈ പറയുന്ന സംവിധാനങ്ങൾ മുഴുവൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് സമരം ചെയ്തിട്ടാണ്, അല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മൾ നേടിയെടുക്കുന്ന എന്തിനാണ്? ശക്തമായി പ്രതികരിച്ചിട്ടാണ്. ഇതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകരുതെന്നുള്ളതാണ്. ഈ കാര്യത്തിൻ്റെ അത് കോംപ്രമൈസ് ഞാൻ വിചാരിച്ചതല്ല, ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. നമ്മൾ ഇതിന് മുൻപ് മീറ്റ് ജസ്റ്റിൽ പറഞ്ഞാണല്ലോ ഇത് കോംപ്രമൈസ് ആവില്ല. കോടതിയിൽ ചെല്ലുന്നതോടുകൂടി ഈ പ്രശ്നം അവസാനിക്കുന്നു. കോടതിയിൽ കോംപ്രമൈസ് ആയി എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് സത്യം പറഞ്ഞ ഒരവസ്ഥ മനസ്സിലാക്കുകയാണ്. ആ പ്രൊഡ്യൂസറുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഞാൻ നമ്മുടെ പ്രൊഡ്യൂസറുടെ വക്കീലിൻ്റെ ഫൈറ്റ് കാണുകയായിരുന്നു. ഹാരിസ് ബീരാൻ്റെ MB കൂടിയാണ് അദ്ദേഹം, അല്ലേ? MB ആണ്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരു നിഷ്കളങ്കത തോന്നുകയാണ്. എന്താ ചെയ്യാൻ പറ്റുക നമ്മുടെ നാട്ടിൽ? അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് നിയമപരമായി മുന്നോട്ട് പോയ കേസ് ജയിക്കാൻ പറ്റും, പക്ഷേ അതിനുള്ള സമയം കൊടുക്കുന്നില്ല. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, 27-ാം തീയതി റിലീസ് ചെയ്ത പടം ഇത്ര 8-ാം തീയതി ആയില്ലേ? ഇത്ര 9-ആം തീയതി വരെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ജനങ്ങളെ സംബന്ധിച്ചോളം. അത് കഴിഞ്ഞാൽ പിന്നെയും കോടതികളുണ്ട്. അതെ, ഈ സെൻസർ ബോർഡ് ബുദ്ധിമുട്ടിക്കുന്നേ, മാക്സിമം ബുദ്ധിമുട്ടിച്ച് ആ കമ്പനീനെ പൂട്ടിച്ച് ആ പ്രൊഡ്യൂസറുടെ അവസ്ഥ ദയനീയമാക്കും. അതിനുശേഷം എന്ത് ചെയ്യും? എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് സുപ്രീം കോടതി കൊടുത്താൽ വരെ അതുവരെ നിൽക്കാനുള്ള ശേഷി ഇദ്ദേഹത്തിനില്ല എന്നുള്ളതാണ്. അപ്പം ഇനിയെങ്കിലും ഇതുപോലെയുള്ള സിനിമകൾ എടുക്കാൻ തയ്യാറാകണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എടുക്കാൻ തയ്യാറാകുകയും ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുന്ന സിനിമാ സംഘടനകൾ ഉണ്ടാവണം. കേരളത്തിൽ എത്ര സിനിമാ സംഘടന സിനിമ എടുത്തിട്ടുണ്ട്? ഇല്ലേ?
ഇനിയും നിങ്ങൾ എന്താ ചെയ്യണമെന്നറിയോ? സിനിമാ സംഘടനകൾ സിനിമ എടുക്കാൻ തയ്യാറാകണം. ഇതുപോലെയുള്ള സിനിമകൾ സിനിമാ സംഘടനകൾ എടുക്കണം, കൂട്ടായ തീരുമാനങ്ങളിലൂടെ നടപ്പിലാക്കണം. അതോടുകൂടി മാത്രമേ ഇതിനൊക്കെ നമുക്ക് തൻ്റെ അടുത്തോട് നേരിടാൻ പറ്റുള്ളൂ. ഒരു ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പ്രൊഡ്യൂസർ അസോസിയേഷൻ സിനിമ എടുക്കാം, ഫെഫ്ക്ക് സിനിമ എടുക്കാം, അമ്മയ്ക്ക് സിനിമ എടുക്കാം. സിനിമ എടുക്കണം, സിനിമ എടുത്ത് കാണിച്ചു കൊടുക്കണം, ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെ നടക്കും, അതുപോലെ നടത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് കാണിച്ചു കൊടുക്കാനുള്ള ആർജവം നമ്മുടെ സിനിമാ സംഘടനകൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പം ഈ ജാനകിക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഈ കാര്യത്തിനകത്ത്. തീർച്ചയായും ആവിഷ്കാര സ്വാതന്ത്ര്യം അപകടത്തിൽ തന്നെയാണ് എന്നുള്ളതാണ്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ആദ്യം സെൻസർ ബോർഡ് ഈ സിനിമയ്ക്ക് ഉറപ്പ് നൽകിയാണ് സിനിമ തിയേറ്ററിൽ എത്തുമെന്ന്. അത് ജൂൺ 18-നായിരുന്നു. അത് തിരുവനന്തപുരത്ത് സിനിമ കാണുമ്പോൾ ആ സിനിമയ്ക്ക് ഉറപ്പ് കിട്ടുന്നു. തൊട്ട് പിറ്റേന്നാണ് മുംബൈയിൽ നിന്ന് പ്രൊഡ്യൂസർക്ക് വിളി വരുന്നത്, ഈ ടൈറ്റിലിൽ ജാനകി എന്ന വാക്ക് പേര് മാറ്റണമെന്ന്, കേന്ദ്ര കഥാപാത്രത്തിൻ്റെ പേര് മാറ്റണം എന്ന് പറയുന്നു. പക്ഷേ കാരണം പറയുന്നില്ല. അതാണ് സംഭവിച്ചത്. അപ്പോൾ ഈ ബലാത്സംഗം ചെയ്യപ്പെട്ട് അതിനോട് പോരാടുന്ന സമൂഹത്തിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ടൊരു പോരാട്ടം കാഴ്ചവെക്കുന്ന പെൺകുട്ടിക്ക് ജാനകി എന്ന പേര് പാടില്ല എന്ന രൂപത്തിലാണ് അതിനെ വിവക്ഷിക്കേണ്ടി വരുന്നത്. ആദ്യം അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഷോക്ക് കോസും കൊടുക്കുന്നില്ല, ഒരു വിശദീകരണവുമില്ല, സർട്ടിഫിക്കറ്റുമില്ല. ആ സമയത്താണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അങ്ങനെ ഹൈക്കോടതിയിലേക്ക് എത്തുന്നു. ഹൈക്കോടതിയിലേക്ക് എത്തുന്ന സമയത്ത് സെൻസർ ബോർഡ് എന്ത് ചെയ്യുന്നു? റിവൈസിംഗ് കമ്മിറ്റിക്ക് വിടുന്നു. റിവൈസിംഗ് കമ്മിറ്റി 9 അംഗം, അവരും ഇതേ തീരുമാനം തന്നെ എടുക്കുകയാണ്. അതിനുശേഷമാണ് ഹൈക്കോടതിയിൽ ഇതിൽ വാദം വരുന്നത്. അപ്പോൾ ജസ്റ്റിസ് നഗരേഷിൻ്റെ സിംഗിൾ ബെഞ്ച് സിനിമ കാണാൻ തീരുമാനിക്കുന്നു. അതൊരു അസാധാരണ നടപടിയാണ്. അദ്ദേഹം തന്നെ പോയി സിനിമ കാണുന്നു. സിനിമയുടെ അണിയറ പ്രവർത്തകരും ഒന്നുമില്ലാതെ തന്നെ ആ സിനിമ കാണുന്നു. അത് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ആ സിനിമ കാണുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോഴും കോടതിയിൽ ഇതിൻ്റെ വാദം കേൾക്കുമ്പോഴും ജഡ്ജിയുടെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു കാര്യം ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പോസിറ്റീവായ വാചകങ്ങളാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രതീക്ഷിക്കുന്നത് ഈ സിനിമ വളരെ വേഗം തന്നെ തിയേറ്ററിൽ കോടതിയുടെ ഒരു ഉത്തരവായി തന്നെ അത് വരുമെന്നുള്ളതാണ്. പക്ഷേ അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇതിൽ ഒത്തുതീർപ്പിലേക്ക് പോകുമ്പോൾ ഇത് ആരുടെ വിജയം എന്ന് പറയാൻ പറ്റാത്ത, ഇപ്പോൾ സിനിമ എടുത്തവരുടെ ഒരു വിജയമായി കാണാൻ പറ്റില്ല. അപ്പുറത്ത് സെൻസർ ബോർഡിനും അങ്ങനെ പൂർണ്ണ വിജയം എന്ന് പറയാൻ പറ്റില്ല. കാരണം 96 കട്ട് പറഞ്ഞെടുത്ത് 2 കട്ടല്ലേ വേണ്ടി വന്നുള്ളൂ എന്ന രൂപത്തിലേക്ക് അത് ആശ്വാസം കൊള്ളുകയാണ് അതിൻ്റെ അണിയറ പ്രവർത്തകർ. യഥാർത്ഥത്തിൽ അതൊരു ആശ്വാസമാണോ? ഒരു പ്രവണതയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. ഭാവിയിലേക്കുള്ള കട്ടാണ്. അപ്പോൾ ഈ 2 കട്ടല്ലേ വന്നുള്ളൂ എന്ന സാങ്കേതികമായി ആശ്വസിക്കാം. പക്ഷേ 2 കട്ട് വേണ്ടിയിരുന്നു എന്നുള്ള ചോദ്യമാണ് യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടിയിരുന്നത്. ആ 2 കട്ട് എവിടെയാണ് വരുന്നിടത്താണ് നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ ഇങ്ങനെ ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു യുവതി, ആ യുവതിക്ക് സീതയുടെ പര്യായമായ ജാനകി എന്ന പേര് വരുന്നു. അപ്പുറത്ത് ക്രോസ് വിസ്താരം നടത്തുന്ന അഭിഭാഷകൻ ഒരു മുസ്ലിം നാമധാരി ആവുകയാണെങ്കിൽ അത് ഇവിടെ വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിക്കും എന്നാണ് എഴുതി വച്ചിരിക്കുന്നത് സത്യവാങ്മൂലത്തിൽ. അതെങ്ങനെയാണ് അങ്ങനെ പറയുക എന്നുള്ളതാണ് ഏറ്റവും എന്താ പറയുക, ഒരു ബുദ്ധിയുള്ള ആൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത, ഈ സാധാരണക്കാർ കോമൺ മാൻ എന്നാണ് പറയുന്നത്, കോമൺ മാൻ അതിനെ അംഗീകരിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആളുകളുടെ ബുദ്ധിയൊക്കെ ഇത്രത്തോളം അപമാനിക്കുന്ന രീതിയിലാണോ വ്യാഖ്യാനിക്കുന്നത് എന്നൊരു ചോദ്യം കൂടി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അത് പറയുന്നു. എന്നിട്ട് ആ ഭാഗം സിനിമയുടെ അവസാന ഭാഗത്ത് വരുന്ന ഈ കോടതിയിലെ രംഗങ്ങളാണ് മുഴുവൻ ആ സിനിമയിൽ പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്നു. അപ്പോൾ അതിലെ അവസാന ഭാഗത്ത് അഭിഭാഷകന് ഈ പേര് ഉച്ചരിക്കാനേ പറ്റില്ല, അതൊക്കെ മ്യൂട്ട് ചെയ്യണം. അത് ഈ 3 ദിവസത്തിനകം ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീണ്ടും സെൻസർ ബോർഡിന് അയക്കണം. പിന്നെ സെൻസർ ബോർഡ് അംഗീകരിച്ച് പിന്നെ തിയേറ്ററിലെത്തണം. അപ്പോൾ ഈ 3 ദിവസത്തിനുള്ളിൽ ശ്വാസം മുട്ടുകയാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ സംവിധായകനും അണിയറ പ്രവർത്തകരും. ഇത് ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരുപക്ഷെ നിർമ്മാതാവ് എങ്ങനെയെങ്കിലും ഇങ്ങനെ ആവട്ടെ, എങ്ങനെയെങ്കിലും പോകട്ടെ, അങ്ങനെയൊക്കെയറിയാലോ, അങ്ങനെ നിർമ്മാതാവ് കൂടി ആയതുകൊണ്ട് അവസാന നിമിഷം ഇത്രയും പണം പോകുന്നൊരവസ്ഥ, വലിയ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നൊരവസ്ഥ, അപ്പോൾ സിനിമ എങ്ങനെയെങ്കിലും വെളിച്ചം കാണട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് വരുമ്പോൾ അവിടെ ഈ സമയപരിധിക്കകത്തുള്ള ഒരു ഒത്തുതീർപ്പിലേക്ക് വഴങ്ങിയാണ്. ഒരു വലിയ ഫ്രെയിമിൽ വെച്ച് നോക്കുമ്പോൾ ഒരു പോരാട്ടത്തിനുള്ള സാധ്യതകൾ അവിടെ നിൽക്കുമ്പോഴും ഈ സിനിമയ്ക്ക് മാത്രമായി അങ്ങനെ ഒരു പോരാട്ടം നടത്താൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. ആ സിനിമ കഴിയുന്നത്ര വേഗം തിയേറ്ററിലേക്ക് എത്തുക, വെള്ളിയാഴ്ച എത്തിക്കുക എന്നാണ് അവർ ലക്ഷ്യപ്പെടുന്നത്. അപ്പോൾ അതിനുവേണ്ടി വളരെ വേഗം അതിലേക്ക് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നിൽക്കുന്നത്. എന്തുകൊണ്ട് സുരേഷ് ഗോപി മിണ്ടുന്നില്ല? സുരേഷ് ഗോപി മിണ്ടേണ്ടതല്ലേ എന്നൊരു ചോദ്യം അവിടെയുണ്ട്. സുരേഷ് ഗോപി സിനിമയിലെ നായക കഥാപാത്രമാണ്. ഈ നായക കഥാപാത്രമാണ് ഇതിൽ അന്യമതസ്ഥനായി വരുന്നത്. അദ്ദേഹം അതിലെ കഥാപാത്രത്തെക്കുറിച്ചൊന്നും പറയേണ്ടതില്ല. പക്ഷേ അദ്ദേഹം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ അതിൻ്റെ അണിയറ പ്രവർത്തകർ ഇങ്ങനെ കോടതി കയറി ഇറങ്ങുമ്പോൾ അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട സഹമന്ത്രി കൂടിയാണ്. അപ്പോൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ സമീപനമായി ഇങ്ങനെ ഒരു വിഷയം അവിടെ വരുമ്പോൾ അതിനോട് പ്രതികരിക്കേണ്ടേ, ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി എന്ന നിലയ്ക്ക് പ്രതികരിക്കേണ്ടേ എന്നുള്ളതാണ്. അപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ആരും തന്നെ ഇപ്പോൾ സുരേഷ് ഗോപി പ്രതികരിക്കാത്തതിനെക്കുറിച്ച് പറയുന്നില്ല. അദ്ദേഹം കോടതിയിൽ
നിങ്ങൾ കോടതിയിലേക്ക് പോകൂ എന്ന് പറഞ്ഞതായിട്ടാണ് കേൾക്കുന്നത്. അങ്ങനെയാണോ അതിനെ സമീപിക്കേണ്ടത്? അദ്ദേഹം ഒരു പരസ്യ പ്രതികരണം ഉത്തരവാദിത്വത്തോടെ അദ്ദേഹം സമൂഹത്തോട് പ്രതികരിക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ സെൻസർഷിപ്പിനെ പറ്റി ഒക്കെ പറയുകയാണെങ്കിൽ ചരിത്രമുണ്ട്, ശരിയാണ്. എല്ലാ കാലത്തും ഈ ബ്രിട്ടീഷ് കാലത്തു മുതൽ ഈ സെൻസർ ബോർഡ് എന്ന രൂപത്തിലല്ലെങ്കിലും സെൻസർഷിപ്പ് നടക്കുന്നുണ്ട്. അത് പല രൂപത്തിലാണ്. ഓരോ കാലത്തിലും രാഷ്ട്രീയ പാർട്ടികൾ, ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ വരുമ്പോൾ അതിനെ ആ സിനിമയെ തടയുന്ന രൂപത്തിലൊക്കെ അത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്കറിയാവുന്നതാണ്. ആ സിനിമകളുടെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ ഇത് ഒരു ഐഡിയോളജിയുമായി ബന്ധപ്പെട്ട് ഈ വിഷയം വരുമ്പോഴാണ് അതിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നത്. ആ ഐഡിയോളജി എന്നുള്ളത് ഒരു മാസിൻ്റെ ഐഡിയോളജി ആകുന്നു. ഒരു മാസ് തീരുമാനിക്കുന്നു. ആ മാസ് എന്ന് പറയുന്നത് തീവ്ര വലതുപക്ഷത്തിൻ്റെ ആശയം ഏന്തുന്ന ഒരു മാസ് തീരുമാനിക്കുന്നു. ആ തീരുമാനത്തിലേക്ക് എന്താ പറയുക, സർക്കാരിനെ ഇപ്പോൾ സർക്കാർ തീവ്ര വലതുപക്ഷമാണ് സർക്കാർ. പക്ഷേ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നിർദ്ദേശം കൊടുത്തായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല. കാരണം ഈ സിനിമ അങ്ങനെ ഒരു മറ്റൊരു തരത്തിലുള്ള ഒരു ഗൗരവത്തിലുള്ള ഈ വിവാദമാകാവുന്ന ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നില്ല. ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടൊരു വിഷയം, അത് കോടതിയിലെത്തുന്ന വിഷയം എന്നുള്ളതേ ഉള്ളൂ. ആ പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതൊരു പ്രവണതയായി ഇനി അങ്ങോട്ട് പോകും. ഇനി ഒരു പേരിടാൻ, സിനിമാ കഥാപാത്രങ്ങൾക്ക് പേരിടാൻ ഇനി ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ പട്ടാളം ജാനകി എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിട്ടുണ്ട്, ഉണ്ണിമേരി നായികയായിട്ട്. ഇനി അതൊക്കെ പറയാൻ പറ്റുമോ? ഇതിൽ വില്ലൻ കഥാപാത്രങ്ങൾക്ക് ദൈവത്തിൻ്റെ പേരുണ്ടായിട്ടുണ്ട്. ഇനി ആ വില്ലൻ കഥാപാത്രങ്ങൾക്ക് ഇനി ദൈവത്തിൻ്റെ പേരിടാൻ പറ്റുമോ? വലിയ ചോദ്യമല്ലേ. അതാണ്. അപ്പോൾ ഇപ്പോൾ ഹിന്ദു നാമധാരി ഹിന്ദു ദൈവങ്ങളുടെ മാത്രമാണോ? അപ്പോൾ ക്രിസ്തുമതവുമായി ബന്ധപ്പെട്ട് ബൈബിളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തിരിച്ച് മറ്റു മതസ്ഥർക്കും അതാവാമല്ലോ, ഉന്നയിക്കാമല്ലോ. ഉന്നയിക്കാമല്ലോ, അവർക്ക് ഉന്നയിക്കാമല്ലോ. അത് നിങ്ങൾക്ക് മാത്രമേ പാടുള്ളൂ, ഞങ്ങൾക്ക് പാടില്ല എന്ന ചോദ്യം ഉന്നയിക്കാമല്ലോ. അങ്ങനെ സമൂഹത്തിൽ ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കി അവിടെ ഒരു പ്രവണതയ്ക്ക് തുടക്കമിടുകയാണ്. ഇതിൽ ഞാനൊരു തിരക്കഥാകൃത്തും സംവിധായകനും നടനുമൊക്കെ ഒരാളുമായിട്ട് ഞാൻ സംസാരിച്ചു. ഒരു പ്രധാനപ്പെട്ട ആളാണ്. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ശരിയാണ്, ഇപ്പോൾ ഫെഫ്കെ അടക്കം മലയാളത്തിലെ സിനിമാ സംഘടനകളെല്ലാം ഒരുമിച്ച് കൊണ്ടൊരു പ്രതിഷേധം തലസ്ഥാനത്ത് നടന്നിട്ടുണ്ട്. ബി ഉണ്ണികൃഷ്ണൻ അതിലെടുത്ത മുൻകൈ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിന് അദ്ദേഹത്തെ ശ്ലാഘിക്കേണ്ടതുണ്ട്. പക്ഷേ അത് ഇവിടെ മാത്രം ഒതുങ്ങേണ്ടതല്ല എന്നുള്ളതാണ്. കാരണം ഇത് കേരളത്തിലെ സിനിമകളെ മാത്രം ബാധിക്കുന്നൊരു വിഷയമല്ല. ഇത് രാജ്യത്താകെ തന്നെയുള്ള ബാധിക്കുന്ന വിഷയമാണ്. അപ്പോൾ അതൊരു ഐക്യപ്പെടൽ എന്നുള്ളത് രാജ്യത്താകെ വരേണ്ട ഒരു ഐക്യപ്പെടലാണ്, ഒരു മാസ് മൂവ്മെൻ്റായി തന്നെ വരേണ്ടതാണ്. അതിലേക്ക് പോകുമോ എന്നുള്ളതാണ്. സിനിമാ സംഘടനകൾക്ക് അങ്ങനെ ഒരു വലിയ പ്രതിഷേധ പരിപാടിയിലേക്ക് ഇപ്പോൾ തഗ് ലൈഫ് കർണാടകയിൽ തടഞ്ഞല്ലോ. അതിനുശേഷം കോടതി എന്തു പറഞ്ഞു? അപ്പോൾ ഇതൊക്കെ ഒരു ജനക്കൂട്ടം അങ്ങ് തീരുമാനിക്കുകയാണ്, വേണ്ട എന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് സർക്കാരുകളും വരുന്ന ഒരു സംവിധാനത്തിലേക്ക് പോവുകയാണ്. അത് വളരെ അപകടകരമായ സാഹചര്യമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം പൂർണ്ണമായും ഇല്ലാതാകുന്ന തരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. അതിനെ തടയേണ്ടതുണ്ട്, അത് ഒരുമിച്ച് തടയേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു സിനിമാ പ്രവർത്തകന് ഒറ്റയ്ക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ കോടതി കയറി ഇറങ്ങുന്ന ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് അവർക്കതിൽ പ്രതികരിക്കാനും പരിമിതിയുണ്ട്. ആ നിസ്സഹായാവസ്ഥ ഒരു നേട്ടമാക്കി എടുക്കുകയാണ് സെൻസർ ബോർഡ്. പക്ഷേ ഇതിനി ഇങ്ങനെ വിട്ടുകൂടാ എന്നുള്ളതാണ്. ഒരുമിച്ച് എല്ലാ തരത്തിലും രാഷ്ട്രീയ പാർട്ടികൾ കൂടി, ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഇതിനോട് ചേരേണ്ടതുണ്ട്, ഇതിൽ പ്രതികരിക്കേണ്ടതുണ്ട്, ഇവർക്കൊപ്പം നിന്നുകൊണ്ട് ഇതിൽ പോരാടേണ്ടതുണ്ട്. സിനിമയുടെ മാത്രം വിഷയമായിട്ടല്ലല്ലോ ഇത് നിൽക്കുന്നത്, പല തലങ്ങളിലേക്ക് ഇത് കടക്കുകയാണല്ലോ. അപ്പോൾ സിനിമ എന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അത് ചർച്ച ചെയ്യുന്നത് മാത്രം. അപ്പോൾ ഇതൊരു മാസ് മൂവ്മെൻറ്റ് ഇതിന് ആവശ്യമാണ്. ആ രൂപത്തിലേക്ക് അത് പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം അപകടത്തിൽ തന്നെയാണ്. മാത്രമല്ല ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ഇതെല്ലാം ഓർമ്മിപ്പിക്കുന്നത് ഇതിപ്പോൾ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികത്തിൽ നമ്മൾ കടക്കുകയാണ്. അപ്പം നമ്മൾ ഓർമ്മിക്കുന്ന അടിയന്തരാവസ്ഥ കാലത്ത് ഇങ്ങനെയായിരുന്നു. 2 വർഷത്തെ അടിയന്തരാവസ്ഥയുടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ട് 2 വർഷത്തെ അടിയന്തരാവസ്ഥയുടെ കാലം നമ്മളെ ഓർമ്മിച്ചുകൊണ്ട് എന്തൊക്കെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്നിട്ട് നമ്മളെ അടിയന്തരാവസ്ഥ ഓർമ്മിക്കുന്നു. പണ്ട് അങ്ങനെയായിരുന്നില്ലേ? ഈ ജൂതന്മാർ പറയുന്ന പോലെയാണ്, പണ്ട് ഞങ്ങളെ ഹിറ്റ്ലർ ഉപദ്രവിച്ചില്ലേ, അതുകൊണ്ട് ഞങ്ങൾ പലസ്തീൻകാരെ ഉപദ്രവിക്കും എന്ന ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടി ഉണ്ട്. രാവണ പ്രഭു റിലീസ് ചെയ്യുന്ന കേൾക്കുന്നുണ്ട്. സാധിക്കുമെന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതിൽ നായികയുടെ പേര് ജാനകിയാണ്. നായകൻ തട്ടിക്കൊണ്ടുപോവുകയാണ് എന്ന് മാത്രമല്ല, രാവണപ്രഭുവിൽ ശരിക്കും രാവണനാണല്ലോ. അതെ, അതിന് നടക്കുമോ ആർക്കറിയാം. തിരിച്ചെത്താം. ഇവിടെ വിളിക്കും സ്വാതന്ത്ര്യം അപകടത്തിലാണോ? ഇന്ത്യയിലാകെ എല്ലാം കുഴപ്പമാണ് എന്ന് വാദിച്ച് അങ്ങനെ ധ്വനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നവർക്ക് കിട്ടിയ ഒരു നല്ലൊരു വിഷയമാണിത്. അങ്ങനെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇന്ത്യയിലാകെ ആവിഷ്കാര സ്വാതന്ത്ര്യം അപകടത്തിലാണ് എന്നുണ്ടെങ്കിൽ നമുക്കിന്നിവിടെ ഇരുന്ന് ഇതുപോലെ ആവിഷ്കാരം നമ്മുടെ എന്താണോ മനസ്സിലുള്ളത് അതായത് ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ സാധിക്കുമായിരുന്നില്ലല്ലോ. നമ്മൾ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ ന്യൂസ് ചാനലുകളും വിവിധ വിഷയങ്ങളിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആ അഭിപ്രായങ്ങൾ കൃത്യമായി ഈ വിഷയത്തിലടക്കം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ നരേന്ദ്രമോദിയെ വിമർശിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്.
മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ആവിഷ്കാരം എന്ന് പറയുന്നത് അത് ദൃശ്യമാധ്യമങ്ങൾക്കും അത് അനുദിനമുള്ള വിഷയങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ചേരുന്നതിനെയാണ് ഇന്ത്യയിലെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആകെ ആവിഷ്കാരം അപകടത്തിലാണ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു ആവിഷ്കാരം നടത്താൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ ചോദ്യത്തോടെ എൻ്റെ ഉത്തരം നോ ആണ്. കാരണം ഇന്ത്യയിൽ അങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് അപകടം നേരിടുന്ന ഒരു കാലഘട്ടമാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയുടെ 630 ദിവസങ്ങളിൽ സംഭവിച്ച ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള ആ വലിയൊരു അടിയെ മറന്നുകൊണ്ട് അതൊക്കെ അന്ന് അങ്ങനെയല്ലേ, ഇന്നിപ്പോൾ അതിനെ നമ്മൾ അങ്ങനെ പറയണോ എന്നൊക്കെ കരുതി അങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞ് സ്ഥാപിക്കാം. പക്ഷേ അന്ന് ചെയ്ത കാര്യങ്ങൾ അത് സിനിമകളുടെ കാര്യത്തിൽ മാത്രമല്ല, എത്ര മാധ്യമങ്ങൾക്ക് അന്ന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സാധിച്ചു, എത്ര പത്രങ്ങൾക്ക് കൃത്യമായി പ്രവർത്തിക്കാൻ സാധിച്ചു, ഒരു വിവരങ്ങളും പുറത്തേക്ക് പോകരുത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു നിയന്ത്രണം അത് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്ത് നടപ്പാക്കുന്നതാണ് കണ്ടത്. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഈ സെൻസർ ബോർഡിന്റെ അല്ലെങ്കിൽ സർട്ടിഫിക്കിംഗ് അതോറിറ്റിയുടെ മുംബൈ ഡിവിഷന് പറ്റിയ ഒരു അബദ്ധമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാരണം അവിടെ ഇരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇന്നിപ്പോൾ ആ സത്യവാങ്മൂലം കൊടുത്തത്, ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം CEO ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ CEO കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം വിശദമായി നമ്മളൊന്ന് ആ പേജുകളിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ കൃത്യമായി അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ 96 കട്ടെന്ന് പറഞ്ഞവർ എങ്ങനെയാണ് ഈ 94 കട്ട് എന്തിനാണ് ഒഴിവാക്കിയത്, അതേക്കുറിച്ച് അവർ മിണ്ടുന്നില്ല. 96-ൽ നിന്ന് 94 എണ്ണം വേണ്ട എന്ന് വെക്കുകയാണ്. അതെന്താ 96 പെട്ടെന്ന് 94 ആയത്? അപ്പോൾ അങ്ങനെയുള്ള ഒരു ആലോചന പോലും നടത്താതെ പൊടുന്നനെ ജാനകി എവിടെയൊക്കെയുണ്ടോ അവിടെയെല്ലാം വെട്ടുക, ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയ മുംബൈ ഡിവിഷനാണ് ഇക്കാര്യത്തിൽ കുറ്റക്കാരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു സിനിമ എന്താണ് എന്നത് വസ്തുനിഷ്ഠമായി വിലയിരുത്തുകയും ഇതിനു മുമ്പും വേറൊരു സിനിമയ്ക്ക് ഇതുപോലെ ജാനകി പേര് വന്നിട്ട് ഞാൻ ഞാനൊന്ന് പറഞ്ഞ് പൂർത്തിയാക്കിക്കോട്ടെ, അതിനുശേഷം ഞാൻ താങ്കളുടെ ചോദ്യങ്ങളിലേക്ക് വരാം. അപ്പോൾ 96-ൽ നിന്ന് 94 വേണ്ട 2 മതി എന്നതിലേക്ക് എത്തുകയാണ്. ഇന്നത്തെ വാദത്തിനിടയിൽ അതാണ് സംഭവിച്ചത്. അപ്പോൾ 2 ചെറിയ കട്ടുകൾ എന്ന് നമുക്കതിനെ പറയാം. അതിനുശേഷം സർട്ടിഫിക്കറ്റ് നൽകാൻ തീരുമാനിക്കുകയാണ്. CBFC നിർദ്ദേശിച്ചതുപോലെ സബ് ടൈറ്റിൽ പരിഷ്കരിക്കാൻ കക്ഷികൾ സമ്മതിക്കുകയാണ്. മറുവാദത്തിന് അവിടെ അവസരമുണ്ടായിരുന്നു. ആ സബ് ടൈറ്റിൽ പരിഷ്കരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഹർജിക്കാരുടെ അഭിഭാഷകനായ ഹാരിസ് ബീരാനാണ് കോടതിയെ അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ ലൈംഗിക പീഡനം നേരിടുന്ന സ്ത്രീയെക്കുറിച്ചുള്ള ആഖ്യാനം, ആ ആഖ്യാനത്തിലെ ഭാഗമാണ് ഈ മ്യൂട്ട് ചെയ്യുന്ന ഭാഗമായി വരുന്നത്. അതോടൊപ്പം തന്നെ സിനിമയുടെ പുതുക്കിയ പതിപ്പ് സെൻസർ ബോർഡിന് സമർപ്പിക്കാൻ നിർമ്മാതാക്കളോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ പുതുക്കിയ പതിപ്പ് സമർപ്പിച്ച 3 ദിവസത്തിനകം സർട്ടിഫിക്കറ്റ് നൽകും എന്ന് സെൻസർ ബോർഡ് അറിയിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളിലൊന്നും ഈ ഹാരിസ് ബീരാൻ അടക്കമുള്ളവർ എതിർപ്പൊന്നും പ്രകടിപ്പിക്കുന്നില്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു. കോടതി അതുകൊണ്ടാണ് അടുത്ത ബുധനാഴ്ചത്തേക്ക് ഒരാഴ്ചയ്ക്ക് ശേഷം പോസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ CBFC ഈ 3 ദിവസത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റ് നൽകും. അതായത് കോടതി അടുത്ത പരിഗണനയ്ക്ക് ഈ വിഷയം എടുക്കുന്നതിന് മുൻപ് തന്നെ ഈ പടം റിലീസ് ചെയ്യാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഞാൻ എന്തായാലും മുന്നിൽ കാണുന്നത്. അപ്പോൾ വിപുലമായ എഡിറ്റിംഗ് ആവശ്യങ്ങൾ അത് അനുചിതമാണെന്ന് തോന്നിയത് കൊണ്ടാണ് നിർമ്മാതാക്കൾ കോടതിയെ സമീപിച്ചത്. 96 എന്നുള്ളത് അനുചിതമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ്. 2-ൽ അവർ ഓക്കെയാണ്, 2-ൽ അവർ സാറ്റിസ്ഫൈഡ് ആണ്, 2-നോട് അവർ സമ്മതിക്കുന്നു. അതെന്തുകൊണ്ടാണ്? ആ 2ഉം പറ്റില്ല എന്നവർക്ക് പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ ആ ഉൾപ്പെടുത്തിയ ഭാഗത്തെക്കുറിച്ച് കൃത്യമായി അവർക്ക് വിശദീകരിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഈ ജാനകി V എന്നാക്കി കഴിഞ്ഞാൽ സീതാദേവിക്ക് ഉണ്ടാകുന്ന അപമാനം എന്ന് മുംബൈ ബോർഡ് അല്ലെങ്കിൽ മുംബൈ ഡിവിഷൻ കണ്ടെത്തിയ അപമാനം അങ്ങ് ഇല്ലാതാകുമോ? ഒരു ഇനിഷ്യൽ വന്നു കഴിഞ്ഞാൽ അങ്ങ് ഇല്ലാതാകുമോ? ജാനകി ജനകന്റെ പുത്രിയാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ജയാണ് ഇനിഷ്യൽ വരേണ്ടത്. അപ്പോൾ ഇത് ജാനകി വിദ്യാധരനാണ്, മറ്റൊരു വ്യക്തിയാണ് ഇവിടെ പീഡനത്തിനിരയാകുന്നത് എന്നത് അങ്ങ് നേരിട്ടങ്ങ് മനസ്സിലാക്കിയാൽ പോരെ. ഇനിഷ്യൽ ഇല്ലാതെ അത് മനസ്സിലാക്കാൻ കഴിയില്ല എന്നൊരു ചോദ്യം മുംബൈ ഡിവിഷൻ അതിനാണ് മറുപടി പറയേണ്ടത്. കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് സെൻസർ ബോർഡ് അംഗങ്ങൾ കേരളത്തിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് സെൻസർ ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഒരു എതിർപ്പും ഉണ്ടായിട്ടില്ല. പ്രാദേശികമായ അസമത്വം അങ്ങനെയുള്ള ചില വാദങ്ങൾ മാത്രമാണ് അവരതിൽ ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ ഈ മുംബൈ ഡിവിഷനിലെ ഈ CEOയുടെ സത്യവാങ്മൂലം വായിച്ചു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത്? എനിക്ക് തോന്നുന്നു ഹിന്ദിയിലേക്കും ഈ പടം ഹിന്ദിയിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഹിന്ദിയിൽ ഈ സിനിമ ഹിന്ദി സംസാരിക്കുന്ന മേഖലകളിൽ റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കാം. കാരണം സീതാദേവിയുമായി ബന്ധപ്പെട്ട അവസാനമൊക്കെ അറിയാമല്ലോ, വയനാട്ടിൽ സീതാദേവിയുടെ ക്ഷേത്രങ്ങൾ തന്നെ 2-3 എണ്ണമുണ്ട്. സീതാദേവി ക്ഷേത്രമൊക്കെയുണ്ട്, പുൽപ്പള്ളി ഭാഗത്തൊക്കെയുണ്ട്. അപ്പോൾ സീതാദേവിയെ ആരാധിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ജാനകി എന്ന പേരിൽ സീതാദേവിയെ വർഷിപ്പ് ചെയ്യുന്ന ആളുകൾ അവർക്ക് ഈ അനുചിതമായ ചോദ്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ അങ്ങനെ ഒരു റിലീജിയസ് സെന്റിമെന്റ് ഹർട്ടാകും എന്നതാണ് എനിക്ക് തോന്നിയതല്ല. ഞാൻ മുംബൈ ഡിവിഷനിലെ CEOയ്ക്ക് തോന്നിയ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എന്നെ രൂക്ഷമായി നോക്കേണ്ട. അപ്പോൾ ഈ കാര്യത്തിൽ താങ്കൾക്കില്ല. ഞാൻ പറയട്ടെ, എൻ്റെ അഭിപ്രായം ഞാൻ പൂർത്തിയാക്കട്ടെ. അപ്പോൾ ഈ സിനിമയിലെ ക്രോസ് എക്സാമിനേഷൻ രംഗം അതിൽ നായകന്റെ പേര് നിശബ്ദമാക്കാനായിട്ടാണ് CBFC പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിലെ നായകനാരാ? സുരേഷ് ഗോപി. അപ്പോൾ സുരേഷ് ഗോപിയുടെ രംഗമാണ്. സുരേഷ് ഗോപി എന്താണ് പ്രതികരിക്കാത്തത് നമ്മൾ ഇന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി ഉൾപ്പെടുന്ന രംഗത്തിലാണ് ഈ മ്യൂട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഇതേക്കുറിച്ച് ഇനിയിപ്പോൾ സിനിമ റിലീസാകുന്ന വേളയിൽ മിക്കവാറും ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് അദ്ദേഹം ഇതിൽ പ്രതികരിക്കുമായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ കട്ടിനോട് അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഇടപെടലുകളോടൊന്നും സുരേഷ് ഗോപിക്കും യോജിപ്പുണ്ടാകില്ല. കാരണം അദ്ദേഹം ഈ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന, അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്ന അധികാര സ്ഥാനത്തേക്കാൾ സിനിമയെ സ്നേഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് എന്നെ സിനിമ ചെയ്യാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഈ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാൻ പോലും താല്പര്യപ്പെടാതെ ക്യാബിനറ്റ് മന്ത്രിയായി കഴിഞ്ഞാൽ എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ കഴിയില്ല, അങ്ങനെ പല പല ആശങ്കകൾ നമ്മളോടക്കം പങ്കുവച്ചിട്ടുള്ളതാണ്. എനിക്ക് സിനിമയാണ് എല്ലാം എന്ന് അദ്ദേഹം MP ആയി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള ആദ്യത്തെ അഭിമുഖം റിപ്പോർട്ടറിനാണ് നൽകിയത്. അതിൽ അദ്ദേഹം വ്യക്തമായി പറഞ്ഞാണ് എനിക്ക് സിനിമയാണെല്ലാം. അപ്പോൾ സിനിമയിലെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് തുരങ്കം വെക്കുന്ന ഒരു കാര്യത്തിന് കൂട്ടുനിൽക്കുന്നത് കൊണ്ടാണ് സുരേഷ് ഗോപി മിണ്ടാതിരിക്കുന്നത് എന്നൊക്കെയുള്ള ആ ഒരു യുക്തിയൊന്നും ഒരു കാരണവശാലും നിലനിൽക്കില്ല. അങ്ങനെയുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യമില്ലെങ്കിൽ പിന്നെ സുരേഷ് ഗോപി ഇല്ല. സുരേഷ് ഗോപി എന്ന പേര് കേരളത്തിൽ പോപ്പുലർ ആയത്, അല്ലെങ്കിൽ അദ്ദേഹം ഈ കേന്ദ്രമന്ത്രി പദത്തിലേക്ക് എത്തുന്നതിനിടയിൽ രാജ്യത്തുടനീളം മുഴങ്ങിയത് ഈ സിനിമാ നടനായതുകൊണ്ട് കൂടിയാണല്ലോ. അപ്പോൾ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം ലംഘിക്കപ്പെട്ട ഒരിടത്ത് സുരേഷ് ഗോപി മിണ്ടാതിരിക്കുന്നു. അതുകൊണ്ട് സുരേഷ് ഗോപി ഇതിനൊക്കെ അനുകൂലമാണ്. ആ ഒരു രീതിയിലുള്ള വാദത്തോടൊന്നും എനിക്ക് എന്തായാലും യോജിപ്പില്ല. ഞാനൊന്ന് പറഞ്ഞ് പൂർത്തിയാക്കിക്കോട്ടെ. താങ്കൾ സുരേഷ് ഗോപി തേങ്ങുകയാണ് എന്നാണോ? സുരേഷ് ഗോപി തേങ്ങുകയാണോ എന്നല്ല, സുരേഷ് ഗോപിക്ക് അങ്ങനെ തേങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും അദ്ദേഹത്തിന് വേണ്ടി കൂടിയാണല്ലോ അദ്ദേഹം അഭിനയിച്ച സിനിമയുടെ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ സംവിധായകന്റെ കലയാണെന്നാണ് എൻ്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ സംവിധായകനും നിർമ്മാതാവും അടക്കമുള്ള ആളുകൾ എന്തായാലും കോടതിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതിനായി കാത്തിരിക്കുകയാണ്. അനുപമ പരമേശ്വരനും തേങ്ങുകയാണെന്ന് എനിക്കറിയില്ല, കാരണം ജാനകി അനുപമ പരമേശ്വരനാണല്ലോ. അപ്പോൾ ആ കലാകാരന്മാർ കലയെ കലയായി കാണുന്നു, അവരതിൽ അഭിനയിക്കുന്നു, അതിനുള്ള പ്രതിഫലം വാങ്ങുന്നു. പക്ഷേ ആ ആവിഷ്കാരം നടത്തിയ ആളുകൾ ആരൊക്കെയാണ്? തിരക്കഥാകൃത്തും സംവിധായകനും അടക്കമുള്ള സിനിമയുടെ അണിയറ പ്രവർത്തകരാണ്. അവർക്കാണ് യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വേദനയുണ്ടാകുന്നത്. കാരണം അവരുണ്ടാക്കി വെച്ച ഒരു പ്രോഡക്റ്റ്, ഒരു ക്രിയേറ്റീവ് പ്രോഡക്റ്റ്, അത് ഇങ്ങനെ ഇരിക്കുകയാണ്. പെട്ടിയിലിരുന്നിട്ട് കാര്യമില്ലല്ലോ, അത് ജനം കണ്ട് വിലയിരുത്തണം. എന്നാൽ മാത്രമേ അവരുടെ ആവിഷ്കാരത്തിന് ജനങ്ങളുടെ മനസ്സിൽ എത്രത്തോളം സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞു, സൊസൈറ്റിയിൽ എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതിൽ അവർക്കൊരു റിട്ടേൺ കിട്ടുകയുള്ളൂ. മാത്രമല്ല ഫിനാൻഷ്യൽ ബെനിഫിറ്റും കിട്ടണമെന്നുണ്ടെങ്കിൽ പടം ഇറങ്ങണം. അപ്പോൾ പടം ഇറങ്ങുന്നതിന് ആ 2 ഘട്ടത്തിന് അവർ സമ്മതിക്കുകയാണ്. ഇവിടെ പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഈ സീതാദേവിയുടെ കഥാപാത്രം, അതായത് ജാനകിയുടെ പേരിലുള്ള കഥാപാത്രത്തെ സഹായിക്കുകയും മറ്റൊരാൾ ക്രോസ് വിസ്താരം നടത്തുകയും വേദനാജനകമായ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വർഗീയ സംഘർഷങ്ങൾ ആളിക്കത്തിക്കുന്നതിലേക്ക് ഇത് നയിക്കും എന്നതാണ് പറയുന്നത്. ശനിയാഴ്ച, അതായത് 5-ാം തീയതിയാണ് എന്തായാലും ഹൈക്കോടതി ഈ ചിത്രം കണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കോടതിക്ക് തോന്നിയിട്ടില്ല എന്ന് വേണം കോടതിയിൽ എടുത്ത സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇതിൽ നേരത്തെ സിനിമകളുടെ കാര്യം പറഞ്ഞല്ലോ, അതുമായി ബന്ധപ്പെട്ട കാര്യം കൂടി ഈ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത് പെറ്റീഷണർ, അതായത് ഈ പരാതിക്കാരുടെ ആർഗ്യുമെന്റുകളിലൊന്ന് ഈ ജാനകി മാത്രമല്ല മറ്റ് ദൈവങ്ങളുടെയൊക്കെ ഗോഡ്സ് ആൻഡ് ഗോഡസസ് അവരുടെയൊക്കെ പേര് വന്നിട്ടുള്ള പടങ്ങൾ ഇതിനു മുൻപും സെൻസർ ബോർഡ് സർട്ടിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ എന്ന കാര്യമാണ് കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. അതിന് ഒന്നാമതായി ചൂണ്ടിക്കാട്ടിയത് സീതാരാമം എന്ന് പറയുന്ന സിനിമയാണ്. 2022 ഇറങ്ങിയ സീതാരാമം എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ആ കമ്പാരിസനെ കുറിച്ചും കൃത്യമായി ഈ സത്യവാങ്മൂലത്തിൽ CBFC പറയുന്നുണ്ട്. അത് ഒരു തെലുഗു ലാംഗ്വേജ് റൊമാൻറ്റിക് ഡ്രാമയാണ്. കണ്ടിട്ടുണ്ടാകും, അതിന്റെ മലയാളം വേർഷൻ അടക്കം വന്നിരുന്നത് സീതാരാമം മനോഹരമായ ഒരു സിനിമയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കമ്പാരിസൺ ആയിട്ട് ഇവർ പറയുന്നത്, ദ ഫിലിം സീതാരാമം സിംബോളിക്കലി പോർട്രേസ് ലവ് ആൻഡ് സാക്രിഫൈസ് ഇൻ ലൈൻ വിത്ത് ദ ഡിവൈൻ ഫിഗേഴ്സ്. ദർ ഈസ് നോ കോൺട്രവേഴ്സി ബിക്കോസ് അൺലൈക്ക് JSK ഇറ്റ് ഡസന്റ് അസോസിയേറ്റ് വിത്ത് ദ സീക്രട്ട് നെയിം വിത്ത് വയലൻസ് ഓർ സിസ്റ്റമിക് ഇൻജസ്റ്റിസ്. അപ്പോൾ അനീതിക്ക്, അക്രമത്തിന് ഇരയാകുന്ന ഒരാളായി ഒരു ദേവതാ സങ്കല്പത്തെ കൊണ്ടുവരാൻ പാടില്ല, അല്ലെങ്കിൽ ജാനകിയെ കൊണ്ടുവരാൻ പാടില്ല. അപ്പോൾ സീതാരാമത്തിന് വിലക്കില്ലാത്തത് എന്തുകൊണ്ടാണ്, JSKയിലെ ജാനകിക്ക് വിലക്ക് വരുന്നത് എന്തുകൊണ്ട് എന്നുള്ള ഒന്നാമത്തെ പോയിന്റ് അതാണ്. രണ്ടാമത്തേത് മാളികപ്പുറം എന്ന മലയാളം സിനിമയാണ്. 2022 ഇറങ്ങിയ മാളികപ്പുറം സിനിമ. ഇതെല്ലാം പരാതിക്കാർ ചൂണ്ടിക്കാട്ടിയത് കൊണ്ട് അതിന് CBFC വിശദീകരണം നൽകുകയാണ്. അപ്പോൾ ആ സിനിമയും ഡയറക്ട്ലി അഡ്രസ്സസ് എ ഹിന്ദു പിൽഗ്രിമേജ് ആൻഡ് ഈസ് ഡിവോയ്ഡ് ഓഫ് എനി കോൺഫ്ലിക്റ്റ് ഓർ ട്രോമ. അപ്പോൾ അതിലും ഇങ്ങനെയുള്ള സംഘർഷമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അപമാനിക്കലോ ഇല്ല. അപ്പോൾ അതിലും മാളികപ്പുറവും ഒരു ദേവതാ സങ്കല്പമാണ്, അയ്യപ്പനൊപ്പം തന്നെ ആരാധിക്കപ്പെടുന്ന ഒരു സങ്കല്പമാണ്. അപ്പോൾ ആ പേരിടുന്നതിനും അതുകൊണ്ട് പ്രശ്നമില്ല. അടുത്തത് കള്ളനും ഭഗവതിയും എന്നതാണ്. ഗോഡസ് ഈസ് സെൻട്രൽ ടു ദ പ്ലോട്ട്, ഷീ ഈസ് ഷോൺ ആസ് എ ഫോഴ്സ് ഓഫ് റിഡംഷൻ. The treatment is mythological, the tone is devotional and not provocative. അപ്പോൾ പ്രൊവോക്കേറ്റീവ് അല്ല, ഡിവോഷണൽ ആണ്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് സാറ് സൂചിപ്പിച്ചത് കൊണ്ട് എൻ്റെ പേര് എൻ്റെ അച്ഛൻ ഇട്ടതാണ്, ഇനി ആര് പറഞ്ഞാലും ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് അങ്ങേക്കുള്ള മറുപടി. അപ്പോൾ അല്ല, ഞാൻ പറഞ്ഞതാണ്, ഇനി ആർക്കെങ്കിലും മാറ്റണമെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അത് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇനി സർക്കാർ മാറി സാറിന്റെ ഇന്ത്യ മുന്നണി അല്ല സാറിന്റെ ഇന്ത്യ മുന്നണി വന്നാലും അത് മാറ്റാൻ മാറ്റാൻ പോകുന്നില്ല. ശരി. അപ്പോൾ ഊന്നി പറയാനൊന്നുമില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടെ ഡിവോഷണൽ ആൻഡ് മിഥോളജിക്കൽ ആ രീതിയിൽ പേര് വരുമ്പോൾ ഉള്ളതും, അതുപോലെ തന്നെ ഈ ഗോഡസിന്റെ പേരുള്ള കഥാപാത്രത്തെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുമ്പോഴുള്ള വ്യത്യാസങ്ങളാണ് ഇവിടെ ചൂണ്ടിക്കാട്ടിയത്. അല്ലാതെ ഇപ്പോൾ അടിച്ച് ഏൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു നറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു ദൈവങ്ങളുടെ പേരിട്ട് നിങ്ങൾ പടം എടുത്താൽ പടം പെട്ടിയിലിരിക്കും, അതല്ല. അങ്ങനെ ഒരു നറേറ്റീവ് ആണെങ്കിൽ ഈ സീതാരാമം ഇറങ്ങില്ല, മാളികപ്പുറം ഇറങ്ങില്ല, കള്ളനും ഭഗവതിയും ഇറങ്ങില്ല. മാത്രമല്ല ജാനകി ജാനെ 2023 ജാനകി പേരിലുള്ള ചിത്രമാണ് ജാനകി ജാനെ.
ജാനകി ജാനെ മലയാളം സിനിമ തന്നെയാണ്. അതൊരു ലൈറ്റ് ഹാർട്ടഡ് കോമഡി ഡ്രാമ, അതാണ് അതിൻ്റെ ഒരു ജാനർ വരുന്നത്. അപ്പോൾ ആ സിനിമയെക്കുറിച്ച് ഈ രണ്ടിലും ജാനകി ഉണ്ടല്ലോ, അതും കോടതിയിൽ വന്നതാണ്. അപ്പോൾ ഈ രണ്ടിലും ജാനകി ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ JSKയിലെ ജാനകിയുടെ പേര് ഞാനൊന്ന് പറഞ്ഞ് പൂർത്തിയാക്കട്ടെ മാഡം. ജാനകിയിലെ ജാനകിയുടെ പേര് അസോസിയേറ്റഡ് വിത്ത് എ വിക്ടിം ഓഫ് സെക്ഷൽ വയലൻസ് ആൻഡ് ഹെർ ഫൈറ്റ് അഗെയിൻസ്റ്റ് സിസ്റ്റമിക് ഇൻജസ്റ്റിസ് വിച്ച് മേക്സ് ദ നറേറ്റീവ് ഫാർ മോർ ഇന്റൻസ് ആൻഡ് ഇമോഷണലി ചാർജ്ഡ്. അപ്പോൾ അതും ഈ ജാനകി ജാനയും തമ്മിൽ കമ്പയർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സിനിമയുടെ പ്രമേയം കൂടി വിഷയമാണ്, അല്ലാതെ പേര് മാത്രമല്ല. അതിൽ പാർവതിയുടെ പാർവതിയെയും മറ്റൊരു ജാനകിയെയും ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കിക്കോട്ടെ. ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കിക്കോട്ടെ. അപ്പോൾ അങ്ങനെ ജാനകി എന്ന പേരിട്ട് ഇനി ഒരു സിനിമയും എടുക്കാൻ പാടില്ല എന്നല്ല. ബി ഉണ്ണികൃഷ്ണൻ അടക്കം ആർക്കും ഏത് ഹിന്ദു ദൈവത്തിന്റെയും പേരിട്ട് പടമെടുക്കാം. പക്ഷേ ഇതുപോലെയുള്ള സെൻസർ ബോർഡിലെ അനീതികൾ വന്നാൽ അത് തുറന്നു കാട്ടുകയും വേണം. അല്ലാതെ പേരുകൾ ഇടാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെന്നല്ല ലോകത്ത് എവിടെ നോക്കിക്കഴിഞ്ഞാലും അങ്ങനെയുള്ളൊരു ദേവതയുടെ പേരില്ലാത്ത ഒരാൾ പോലും ഉണ്ടാകില്ല. എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ ഒരാൾക്ക് ആ പേരുണ്ടാകും എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് ഒരു സിനിമയ്ക്കകത്ത് കഥാപാത്രങ്ങളുടെ പേര് നിശ്ചയിക്കാൻ കഴിയില്ല. അപ്പോൾ സെൻസർ ബോർഡിന്റെ മുംബൈ ഡിവിഷന് ഈ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വന്നിട്ടുള്ള അവരുടെ ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. അത് ഇന്ത്യയെ ആകെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സർക്കാരിനെ ആകെ കുറ്റപ്പെടുത്തുന്ന തരത്തിൽ ഇപ്പോഴത്തെ ബന്ധപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയെ സംശയം നിർത്തുന്ന തരത്തിലേക്ക് കൊണ്ടുപോയതിന് പിന്നിൽ ആ പ്രത്യേക ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട്. അപ്പോൾ അവർ ആ കാര്യത്തിൽ കൃത്യമായ പുനർവിചിന്തനം നടത്തണമെന്നതാണ് ഈ വിഷയത്തിൽ എന്റെ അഭിപ്രായം. ഒരു നിയമം പാസ്സാക്കി അറിയോ ഒറ്റ കാര്യം, ഒരു നിയമം പാസ്സാക്കി പേരിടൽ ചടങ്ങില്ലേ, ഈ സെൻസർ ബോർഡ് തരും പേര്, അത് നമ്മൾ സന്നിധിക്കിടുക, അങ്ങനെ മതിയല്ലോ. നീന്റെ ആ പേര് മാറ്റി കഴിഞ്ഞല്ലോ, പേര് മാറ്റി തന്നെയാണ് വിഷയം. അല്ല എന്ന് മാത്രമല്ല, ജോസഫ് മാഷിനെ കൈവെട്ടിയപ്പോഴും അവര് പറഞ്ഞത് ഇതാണ്, അള്ളാഹുവും മുഹമ്മദും തമ്മിലുള്ള സംഭാഷണം. മുഹമ്മദ് ദൈവമാണ്, ദൈവനെ കളിയാക്കി നായിന്റെ മോനെന്ന് വിളിച്ചു. അതാണ് കാരണം. നിങ്ങൾ രണ്ടുപേരും പറയുന്നത് ഈ രണ്ട് വാദങ്ങൾ ഒന്ന് തന്നെയാണ്. നമ്മൾ പറയുന്നത് ഇത് രണ്ടും സാധാരണ മനുഷ്യരുടെ പേരാണ്. മുഹമ്മദ് എന്ന് പറയുന്നതും ജാനകി എന്ന് പറയുന്നതും മനുഷ്യരുടെ ജീവിക്കുന്ന കഥാപാത്രങ്ങളാണ്, ദൈവവുമായി ഒരു ബന്ധവുമില്ല. എന്ന് മാത്രമല്ല, ടോക്കൺ നമ്പർ എന്ന് പറഞ്ഞ സിനിമ ജാനകിയും എബ്രഹാം തമ്മിലുള്ള പ്രണയം അത് പറ്റില്ല. എബ്രഹാമിന്റെ പേര് മാറ്റാനാണ് ഒന്നെങ്കിൽ എബ്രഹാമിന്റെ പേര് മാറ്റണം, അവസാനം ജയന്തിയാക്കി. ഞാൻ പറയുന്നത് അന്ന് ആ സിനിമയ്ക്ക് ഈ പ്രശ്നം നേരിടുമ്പോൾ തന്നെ ഈ സംവിധായകൻ, അന്ന് ആ സിനിമയുടെ സംവിധായകനും ഇത് പറയുന്നുണ്ട്, അന്ന് തന്നെ ഇതിനെ അഡ്രസ്സ് ചെയ്യണമായിരുന്നു. ജയന്തി എന്ന പേര് മാറ്റി അഡ്രസ്സ് ചെയ്യണ ഇഷ്ടമാണെന്ന് ഈ വിഷയം ഉണ്ടാക്കിയവരാരാ? ഞാൻ പറയാം, കൂടെ നിന്ന് ആരും നിന്നോ ഇല്ലെന്നോ. നമ്മുടെ ചർച്ചയിൽ ഇന്ന് പത്മകുമാർ പറയുന്ന ഫെഫ്കയിലൊന്നും അംഗത്വം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് സംഘടനകളെ ഒന്നും സമീപിച്ചില്ല, അല്ലാതെ ഫൈറ്റ് ആണ് അതിന് തുടങ്ങുന്നത്. സംഘടന ഇല്ലെന്ന് തന്നെ വിചാരിച്ചുള്ളൂ. ഇതേ സെൻസർ ബോർഡല്ലേ, ഇത് എത്ര സിനിമയായി, ഇത് എത്ര കാലമായി. അതെ, അല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ അടക്കം തുടങ്ങി വെച്ച ഒരു പോരാട്ടമുണ്ട്. കാരണം അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ നിർമ്മാതാവ് അല്ലെങ്കിൽ കോസ്മോസ് എന്റർടൈൻമെന്റ്സും സംവിധായകനും മാത്രമായി പോയിരുന്നെങ്കിൽ ഇത്രയും ഒരു ചർച്ചയോ അല്ലെങ്കിൽ ഇത്രയും ഒരു പിന്തുണയോ കിട്ടുമായിരുന്നില്ല. സമൂഹത്തിൽ ഇത് രജിസ്റ്റർ ചെയ്യപ്പെട്ടു ഒരു വിഷയമായി. അപ്പോൾ ഈ മുംബൈ ഡിവിഷനിൽ ഈ CEO കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലമൊക്കെ കേന്ദ്ര സർക്കാർ ഒന്ന് എടുത്ത് പരിശോധിക്കേണ്ടതാണ്, ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി പരിശോധിക്കേണ്ടതാണ്. കാരണം ചില കാര്യങ്ങളിൽ കൃത്യമായി ആലോചിച്ച് എന്താണ് ആളുകളുടെ ഒരു മൈൻഡ് സെറ്റ് എന്താണ്, അത് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് വേണം. അല്ലാതെ എഴുതി വെച്ചിട്ടൊന്നുമില്ല ജാനകി എന്ന പേരിടരുത് എന്നൊന്നും കേന്ദ്ര സർക്കാർ. പേരിൽ ഇനി ഒരു കഥാപാത്രം ഉണ്ടാവില്ല, എഴുതി വെച്ചോ. ശരി, തിരിച്ചെത്താം. ആവിഷ്കാരം അപകടത്തിലോ എന്നതായിരുന്നു ചോദ്യം. യെസ് എന്ന് 3, നോ എന്ന് 1.